I hope it's audible. Okay, so we are going to discuss MTP for corporate and other law. ഇത്തവണത്തെ MTPൻ്റെ multiple choice is actually very nice. ബാക്കി questions, very familiar questions with whatever we have sorted out in the workbook. So consider this as your revision. ഹോപ്പ്ഫുള്ളി നിങ്ങൾ കുറേയൊക്കെ എങ്കിലും ഈ ഒരു ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി December 9th. സോ ഓൾമോസ്റ്റ് നിങ്ങൾ കവർ ചെയ്ത് വരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വിൽ ബി ഡിസ്കസിങ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം ദി MTP. സോ നിങ്ങൾക്കതൊരു ഓട്ടോമാറ്റിക്കലി റിവിഷനായി മാറിക്കോളും. നിങ്ങളുടെ കുറച്ച് ലിമിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് വിച്ച് യു മേ ഹാവ് ഫൊഗോട്ടൺ പല സ്ഥലത്തുനിന്ന് പഠിക്കുന്നതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും. സോ ദിസ് വിൽ ബി ആക്ച്വലി എ റിവിഷൻ സീരീസ് ഓൾസോ ഫോർ യു. So if you have any doubt with respect to the topics we are discussing right now, don't hesitate to ask that in the chat box. Pakshe, which is not there in this MTP, we will not be discussing in this session. This session is purely for the questions of MTP. MTPയുടെ മാത്രം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് വി ഹാവ് ടൈം ലിമിറ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത്. Again, the session is divided into two. The multiple choice part as well as the descriptive part. MCQ നല്ല MCQ ആട്ടോ. You can actually refer the MTP for corporate and other law MTP 1 MCQ മാത്രമായിട്ട് ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് ഒരു 20 minutes ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ദോ വിൽ ഡിസ്കസ് ഇൻ ദ ക്ലാസ്. ഐ വോണ്ട് യു ടു ഡു ഇറ്റ് അഗെയിൻ. കാരണം ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് വന്നുകൂടാ, ഇപ്പം നമ്മൾ കറക്റ്റ് ആൻസർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓപ്ഷൻ എ എന്തുകൊണ്ട് വന്നുകൂടാ, ഓപ്ഷൻ സി എന്തുകൊണ്ട് വന്നുകൂടാ. യു ക്യാൻ അവോയ്ഡ് ഓൾ ദോസ് കൺഫ്യൂഷൻസ് in the exam hall. So first we will discuss the descriptive part and then we'll come and discuss the multiple choice part. So if you have a doubt, you can ask. Hello. ഒരു ചെറിയ ലാഗ് ഉണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാറ്റ് ആസ് വെൽ as what I talk. സോ നിങ്ങളുടെ ഡൗട്ട്സ് ഐ എം ചെക്കിങ് ഇറ്റ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ എൻ്റെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ലൈക്ക് 30 seconds ഡിലേ ഉണ്ട്. നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കിട്ടാനായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാനായിട്ട് എപ്പോഴും ഒരു 30 seconds ഡിലേ ഉണ്ട് യൂട്യൂബിനകത്ത്. സോ ഞാൻ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഐ റെസ്പോണ്ട് ടു ഇറ്റ്. സോ ഇഫ് ഐ എം ഡിസ്കസിങ് എ ക്വസ്റ്റൻ റൈറ്റ് ആഫ്റ്റർ ദ ക്വസ്റ്റൻ ഐ കം ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്. സോ ഹോപ്പ് യുവർ പ്രിപ്പറേഷൻസ് ആർ ഗോയിങ് വെൽ. So we're going to start with the descriptive question. Question number 1. The annual general meeting of Promax Limited held on 30th May 2025. AGM നടന്നത് പ്രോമാക്സ് ലിമിറ്റഡ് ആണ്. എല്ലാത്തിനും ഒരു ചെറിയ ഇൻഫർമേഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇറ്റ്സ് എ പബ്ലിക് കമ്പനി. 30th Mayയിലാണ് AGM നടന്നത്. ഡിക്ലെയർഡ് എ ഡിവിഡൻഡ് at the rate of 30% പേയബിൾ ഓൺ ദ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ആസ് റെക്കമെൻഡഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് 30% ആണ് ഓൺ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഹൗഎവർ ദ കമ്പനി വാസ് അൺഏബിൾ ടു പോസ് എ ഡിവിഡൻഡ് വാറന്റ് ടു മിസ്റ്റർ ത്രിഷുൽ, ആൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർ അപ് ടു 25th July 2025. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് 30th May ആണ്. സോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് 30 daysനുള്ളിൽ ഡിവിഡൻഡ് പേ ഓഫ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് സെക്ഷൻ 127 പറയുന്നത്. 25th July എന്ന് പറയുമ്പോൾ ഓൾറെഡി 30 days കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. മിസ്റ്റർ ത്രിഷുൽ ഫൈൽഡ് എ സ്യൂട്ട് അഗേൻസ്റ്റ് എ കമ്പനി ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എലോങ് വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 20% per annum. സെക്ഷൻ 127 പറയുന്നത് നിങ്ങൾക്ക് ഡിവിഡൻഡ് 30 daysനുള്ളിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പേ എ പെനാലിറ്റി. അത് 20% അല്ല 18% ആണ് ആക്ട് പറയുന്നത്. പുള്ളിക്കാരൻ ക്ലെയിം ചെയ്തേക്കുന്നത് 20% ഫോർ ദ പീരിയഡ് ഓഫ് ഡിഫോൾട്ട്. ഡിസൈഡ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് വെദർ മിസ്റ്റർ ത്രിഷുൽ വുഡ് സക്സീഡ്. ഓൾസോ സ്റ്റേറ്റ് ദ ഡയറക്ടേഴ്സ് ലയബിലിറ്റി ഇൻ ദിസ് റിഗാർഡ് അണ്ടർ ദ ആക്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിവിഡൻഡ് കറക്റ്റ് സമയത്ത് പേ ഓഫ് ചെയ്തിട്ടുണ്ടോ, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്, ഏത് ദിവസമാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ദിവസത്തിൽ കൊടുക്കാതിരുന്നതുകൊണ്ട് അയാൾ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 127 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 എന്താ പറയുന്നത്? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് 30 daysനുള്ളിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. 30 daysനുള്ളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുകളിൽ പെനാൽറ്റി അട്രാക്റ്റഡ് ആവും. 18% per annum ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി ലയബിലിറ്റി വേറെ ആയിരിക്കും. കണ്ടോ, സെക്ഷൻ 127 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 lays down the penalty for non-payment of dividend within the prescribed time. Prescribed time is 30 days. According to this section, where a dividend has been declared by a company but has not been paid, or a dividend warrant in respect thereof has not been posted, pay ചെയ്തിട്ടില്ല അല്ലെ ഡിവിഡൻഡ് വാറന്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല, എത്ര ദിവസമുള്ളിൽ? 30 daysനുള്ളിൽ. ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ടു എനി ഷെയർ ഹോൾഡർ,
such a shareholder shall be entitled to payment of dividend. അപ്പോൾ ആരേക്ക് അതിനകത്ത് ബ്ലെയിം കൊണ്ടുവരാം? എവറി ഡയറക്ടർ ഓഫ് എ കമ്പനി. കാരണം കമ്പനിക്ക് കൈയും കാലും ഒന്നുമില്ല, അത് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു ആ ഡിവിഡൻഡ് വാറണ്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. സോ എവറി ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൽ, ഇഫ് ഹി ഈസ് നോയിങ്ലി എ പാർട്ടി ടു ദ ഡിഫോൾട്ട്, ബി പണിഷബിൾ വിത്ത് എൻ ഇംപ്രിസൺമെന്റ് മാക്സിമം ഓഫ് 2 years with a minimum fine of 1,000 for every day during which such default continues. ആ ഡിഫോൾട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് വാറണ്ട് പോസ്റ്റ് ചെയ്യുന്നിടം വരെ, ഡിവിഡൻഡ് കൊടുക്കുന്നിടം വരെ എവറി ഡേ 1000 രൂപ വെച്ച് കൊടുക്കണം. ഇംപ്രിസൺമെൻറ്റും വന്നേക്കാം, അല്ലെ ബോത്തും ആയേക്കാം. ഒന്നുകിൽ സിംഗിളായിട്ട് പെനാൽറ്റി മാത്രം വരാം, അല്ലെങ്കിൽ ബോത്ത് വരാം. ഇതാണ് ഡയറക്ടറിൻ്റെ പണിഷ്മെൻറ്റ്. കമ്പനിയുടെ പണിഷ്മെൻ്റ് ആണ് പലിശ. ദി കമ്പനി ഷാൽ ബി ലയബിൾ ടു പേ എൻ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% per annum. ഈ പറയുന്ന കേസിൽ 30 ഡേയ്സിനുള്ളിൽ കൊടുത്തിട്ടില്ല എന്ന് ക്ലിയർ ആണ്. കാരണം 30th മേക്കാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്, 25th ജൂലൈക്കാണ് കൊടുക്കുന്നത്. 30 ഡേയ്സിനുള്ളിൽ കൊടുത്തിട്ടില്ല. സോ ഡയറക്ടേഴ്സ് പെനാൽറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 20% ആണ് പുള്ളിക്കാരൻ ചോദിച്ചേക്കുന്നത് ഷെയർ ഹോൾഡർ തൃശ്ശൂർ, അത് കിട്ടൂല, 18% കിട്ടുള്ളൂ. ഇൻ ദ ഗിവൺ ക്വസ്റ്റൻ ഡിവിഡൻഡ് 30 ഡേയ്സിനുള്ളിൽ പേ ഓഫ് ചെയ്തിട്ടില്ല. നിങ്ങളിവിടെ ഡേറ്റും കൂടെ സ്പെസിഫൈ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇവിടെ ക്വസ്റ്റനകത്ത് ക്ലിയർ ഡേറ്റ് തന്നിട്ടില്ലേ? 30th മേയിലാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്, 25th ജൂലൈ, വിച്ച് ഇസ് wherein the dividend has not been paid within 30 days. ആ ഡേറ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പോക്കോ. 20% കിട്ടൂല, എത്ര മാത്രമേ കിട്ടുള്ളൂ? 18%. ഓൾറെഡി ഡയറക്ടറിൻ്റെ പെനാൽറ്റി മോളി പറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കൺക്ലൂഷൻ അത് വീണ്ടും എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ അല്ലേ? Okay, going for the next one. Vivek Limited is holding 58% of the paid up share capital of Brain Limited. Vijay, one of the shareholders of Vivek Limited, holds 10% of the shares in a company. So Vivek Limited hold ചെയ്യുന്നത് ഒരു പബ്ലിക് കമ്പനിയാണ്. 58% of the paid up share capital of Brain Limited ആണ്. Vijay, one of the shareholder of Vivek Limited, holds 10% of the shares of the company. കമ്പനിയുടെ 10% ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഹാസ് മെയ്ഡ് എ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹി ഡൊണേറ്റഡ് ഹിസ് 10% ഓഫ് ഷെയർ ഹോൾഡിംഗ് ഇൻ വിവേക് ലിമിറ്റഡ് ആൻഡ് 20 crore ടു ദ ട്രസ്റ്റ്. അയാൾ ആ ഷെയർ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാക്കിയുള്ള 20 കോടി അയാൾ ട്രസ്റ്റിന് പോയിട്ട് പേയിലോട്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്യണം. ഹി അപ്പോയിൻറ്റഡ് ബ്രെയിൻ ലിമിറ്റഡ് ആസ് എ ട്രസ്റ്റി. ബ്രെയിൻ ലിമിറ്റഡിനെ ട്രസ്റ്റി ആയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓൾ ദി അസറ്റ്സ് ഓഫ് ദ ട്രസ്റ്റ് ആർ ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ബ്രെയിൻ ലിമിറ്റഡ്. സോ ബ്രെയിൻ ലിമിറ്റഡിനെ ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. എല്ലാ ഷെയർസും ട്രസ്റ്റിയുടെ പേരിലാണ്. ഓൾ ദി അസറ്റ്സ് ഓഫ് ദ ട്രസ്റ്റ് ആർ ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് ദ ട്രസ്റ്റി. As per the provisions of Companies Act, decide whether Brain Limited can hold shares of Vivek Limited. നമ്മൾ പറയുന്ന ഒരു കഥ ഓർമ്മയുണ്ടോ? സെക്ഷൻ 19 നമ്മുടെ സബ്സിഡിയറി കമ്പനിക്ക് ഒരിക്കലും ഹോൾഡിംഗ് കമ്പനീൻ്റെ മുകളിൽ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ്, ഹോൾഡിംഗ് കമ്പനിക്ക് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂല ടു ദ സബ്സിഡിയറി കമ്പനി. സെക്ഷൻ 19 ആണ് സപ്പോർട്ടിംഗ് സെക്ഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 19, a company shall not hold any shares in its holding company either by itself or through its nominee. ഒരു സബ്സിഡിയറി കമ്പനി ഒരിക്കലും ഹോൾഡിംഗ് കമ്പനീൻ്റെ മുകളിൽ ഷെയർ ഹോൾഡിംഗ് വെക്കരുത്. സ്വന്തമായിട്ടും വെക്കരുത്, നോമിനിയുടെ രീതിയിലും ഷെയർ പർച്ചേസ് ചെയ്യരുത്. Also, holding company shall not allot or transfer of its shares to its subsidiary company, and any such allotment or transfer shall be treated as void. ഇനി എങ്ങാനും അങ്ങനത്തെ ഒരു ഷെയർ അലോട്ട്മെൻറ്റ് ഹോൾഡിംഗ് കമ്പനി ചെയ്യുകയാണെങ്കിൽ ആ പറയുന്ന ഷെയർ ട്രാൻസ്ഫർ അല്ല അലോട്ട്മെൻറ്റിനെ വോയിഡ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ താഴെ പറയുന്ന 3 സാഹചര്യങ്ങളിൽ സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രം. ദീസ് ആർ ദ എക്സെപ്ഷൻസ്. നമ്പർ 1, where the subsidiary company holds shares as a legal representative of a deceased member of a holding company. സബ്സിഡിയറി കമ്പനിക്ക് ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടിയത് ഒരു ഡിസീസ്ഡ് മെമ്പർ, ഒരു മെമ്പർ മരിച്ചുപോയി, ആ മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഈ പറയുന്ന കമ്പനി. അങ്ങനെയാണ് ഷെയർ അലോട്ട് ചെയ്ത് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല. ഡയറക്ട്ലി മേടിച്ച് അല്ലല്ലോ, ഒരാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടിരുന്നു, അയാൾ തട്ടിപ്പോയി, അതുകൊണ്ട് ഷെയർസ് അലോട്ട് ചെയ്ത് വന്നു. കുഴപ്പമൊന്നുമില്ല. നമ്പർ 2, where the subsidiary company holds such shares as a trustee. ട്രസ്റ്റി എന്നുള്ള രൂപത്തിലാണ് സബ്സിഡിയറി കമ്പനി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത്. അതല്ലാതെ ഷെയർ ഹോൾഡിംഗ് അല്ല, സബ്സിഡിയറി കമ്പനി എന്നുള്ള ബേസിസിലാണ്, ട്രസ്റ്റി എന്നുള്ള ബേസിസിലാണ് ഹോൾഡ് ചെയ്യുന്നത്. 3-മത്തെ,
where the subsidiary company is a shareholder even before it became a subsidiary company of the holding company, but in this case it will not have a right to vote in the meeting of a holding company. Simple ആയിട്ട് പറഞ്ഞാൽ ഹോൾഡിംഗ് സബ്സിഡറി ബന്ധം വരുന്നതിന് മുന്നേ തന്നെ ഇവർ തമ്മിൽ ഹോൾഡിംഗ് സബ്സിഡറി ഒരു ബന്ധം ഒരു ഡേറ്റ് തൊട്ടായിരിക്കുമല്ലോ വന്നിട്ടുണ്ടാവുക. ആ ഡേറ്റിന് മുന്നേ തന്നെ ഇവർ തമ്മിൽ ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോഴല്ല, ഹോൾഡിംഗ് സബ്സിഡറി ബന്ധം വന്നതിന് ശേഷമല്ല ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് മേടിച്ചത്. സോ നമുക്ക് ഒന്നുകൂടി ഒരു സമ്മറി പോലെ ഒന്ന് റിവൈസ് ചെയ്യാം. സെക്ഷൻ 19 പറയുന്നത് ഒരു സബ്സിഡിയറി കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് മേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കരുത്. താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് സബ്സിഡിയറി കമ്പനിക്ക് ഷെയർ അലോട്ട് ചെയ്ത് കിട്ടുകയെങ്കിൽ കുഴപ്പമില്ല. ഒരു ഡിസീസ്ഡ് മെമ്പർ ഓഫ് എ ഹോൾഡിംഗ് കമ്പനിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, അങ്ങനെ ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടി, കുഴപ്പമില്ല. സബ്സിഡിയറി ഹോൾഡിംഗ് കമ്പനി ബന്ധം വരുന്നതിന് മുന്നേ തന്നെ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. സബ്സിഡിയറി കമ്പനി വെറും ഒരു ട്രസ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ 3 സാഹചര്യങ്ങളിൽ മാത്രം ഒരു സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഒരു രീതിയിലും ഹോൾഡിംഗ് കമ്പനി ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കരുത്. ആദ്യത്തെ 2 കേസിൽ റൈറ്റ് ടു വോട്ട് കിട്ടും, അതായത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടി, റൈറ്റ് ടു വോട്ട് കിട്ടും. പിന്നെ ട്രസ്റ്റി എന്നുള്ള രൂപത്തിൽ കിട്ടി, റൈറ്റ് ടു വോട്ട് കിട്ടും. പക്ഷേ ഹോൾഡിംഗ് സബ്സിഡി ബന്ധം വരുന്നതിന് മുന്നേ ഒരു ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു, അവിടെ റൈറ്റ് ടു വോട്ട് കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ ട്രസ്റ്റി എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഇൻ ദ ഗിവൺ കേസ്, one of the shares of the holding company has transferred shares in the holding company to a trust, but the shares will be held by a subsidiary company. It means now subsidiary will hold shares in the holding company, but it will hold the shares in the capacity of a trustee. So we can conclude that Brain Limited can hold the shares. ഇവിടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടോ ട്രസ്റ്റി ആയിട്ടോ ഹോൾഡിംഗ് സബ്സിഡി ബന്ധം വരുന്നതിന് മുന്നോ എക്സെപ്ഷൻസ് കവേർഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ട്രസ്റ്റി എന്നുള്ള രൂപത്തിലാണ് ഷെയർ ഇത് കിട്ടിയേക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, റൈറ്റ് ടു വോട്ട് കിട്ടും. ഈ 3 അല്ലാതെ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും തന്നാൽ നിങ്ങൾ എഴുതിക്കോണം. അങ്ങനെ ഹോൾഡിംഗ് കമ്പനി ഷെയർ അലോട്ട് ചെയ്യരുത്. ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് വോയിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ദിസ് ക്വസ്റ്റൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 19 ഇതിൻ്റെ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് ചോദിച്ച ക്വസ്റ്റനാണ് സെക്ഷൻ 19. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ടു വോട്ടിനെ പറ്റിയും കൂടെ പറയാം. റൈറ്റ് ടു വോട്ട്, കാരണം ആദ്യത്തെ 2 സാഹചര്യങ്ങളിൽ റൈറ്റ് ടു വോട്ട് കിട്ടും. നമ്മളുടെ ഹോൾഡിംഗ് സബ്സിഡി ബന്ധം വരുന്നതിന് മുന്നിലുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് ഇല്ലേ, അതിന് മുകളിഞ്ഞ് റൈറ്റ് ടു വോട്ട് കിട്ടില്ല. സോ ദിസ് ഇസ് ട്രസ്റ്റി. സോ യു ക്യാൻ ആഡ് ദാറ്റ് പോയിന്റ് ഓൾസോ ഇൻ ദ കൺക്ലൂഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇതെല്ലാം കമ്പൽസറി ക്വസ്റ്റൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റൻ നമ്പർ 1 അവിടെ ഇട്ടേക്കണത്. Mr. Gagan was employed as a premium baker in Dale Bakers, a public limited company in Gurugram. അപ്പോൾ ഗുരുഗ്രാമിൽ ഡെയിൽ ബേക്കേഴ്സിലാണ് മിസ്റ്റർ ഗഗനെ എംപ്ലോയ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 24-25 ഹി ഹാഡ് എഫിഷ്യൻ്റ്ലി പ്രൊവൈഡഡ് ഹിസ് സർവീസസ് ഫോർ 183 ഡേയ്സ്. 183 ദിവസം ക്ലിയർ ആയിട്ട് ഈ പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൺ 1/4/2025 മിസ്റ്റർ ഹരീഷ്, ദി ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഓഫ് ജെഫ് ബേക്കേഴ്സ് ലിമിറ്റഡ് Rome, a foreign country, offered him a better employment opportunity in the company. 1/4/2025 പുള്ളിക്കാരന് പുതിയൊരു ജോലി കിട്ടുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ റോമിൽ പോവുകയാണ്. On 2/4/2025, Mr. Gagan left India for taking up employment as a production controller at Jeff Bakers Limited in the Rome. So പുള്ളിക്കാരന് 1/4 ജോലി കിട്ടുന്നു, 2/4 പുള്ളിക്കാരന് ഇന്ത്യ വിടുകയാണ്. Mr. Gagan left India for taking up employment as a production controller at Jeff Bakers in Rome on 30/4/2025. He flew back to India for a 10-day family function in ഗർവാൾ, ഇന്ത്യ. സോ 10 ദിവസത്തേക്ക് 1/4 ജോലി കിട്ടുന്നു, 2/4 പോകുന്നു. അതേ മാസം 30/4 പുള്ളിക്കാരൻ 10 ദിവസം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇന്ത്യയിലോട്ട് വരികയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് FEMA, elucidate the residential status of Mr. Gagan on his return for attending the family function on 30/4/2025. So 30/4/2025 പുള്ളിക്കാരൻ ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലോട്ട് വരുമ്പം പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റസ് എന്താണ്? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാമേ. സോ ഇവിടെ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. സോ യു ഹാവ് ടു ട്രൈ ടു റിക്കളക്ട് ദ ഡെഫിനിഷൻ. ഓക്കെ,
ഡെഫിനിഷനകത്ത് എന്താ പറയുന്നത്? എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ മീൻസ് എ പേഴ്സൺ റിസൈഡിങ് ഇൻ ഇന്ത്യ ഫോർ മോർ ദൻ 182 days during the course of the preceding financial year, but does not include a person who has gone out of India or who stays outside India or for taking up an employment beside with other specified purposes outside India. So more than 182 days preceding financial year ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ എന്തായിട്ട് വിളിക്കാം? പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കാം. പക്ഷേ അയാൾ 3 പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ പോയേക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ 3 പർപ്പസിൽ വെറും ഒരെണ്ണമാണ് എംപ്ലോയ്മെൻറ്റ്. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കണ്ടീഷൻ എന്താണ്? അയാൾ തൊട്ട് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സിന് മുകളിൽ നിന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കുക, കണ്ടീഷൻ നമ്പർ 1. പിന്നെ അയാൾ ഇന്ത്യയുടെ പുറത്തോട്ട് 3 പർപ്പസിനാണോ പോയേക്കുന്നത്? എന്തൊക്കെയാണോ 3 പർപ്പസ്? എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ പോയേക്കുന്നത്, അതോ ബിസിനസ്സോ വൊക്കേഷനോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പോയേക്കുന്നത്, ഒരു അൺസർട്ടൻ പീരീഡിലേക്കാണോ പുള്ളി പോയേക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ പുള്ളിക്കാരൻ്റെ എംപ്ലോയ്മെൻറ്റ് ടേക്കപ്പ് ചെയ്യാനാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ മിസ്റ്റർ ഗഗൻ വിൽ ബി ട്രീറ്റഡ് ആസ് എ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, PROI, പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിട്ട് കാണും. ഫ്രം 2/4/2025 ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്ന അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ PRIയുടെ നോക്കുമ്പോൾ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കുന്നത്. പക്ഷെ 3 പർപ്പസിന് വേണ്ടി അയാൾ പോയി കഴിഞ്ഞാൽ എന്നാണോ ഇന്ത്യ വിടുന്നത് അന്ന് തൊട്ട് അവൻ PROI ആണ്. സോ 1/4 ജോലി കിട്ടി, 2/4 പുള്ളിക്കാരൻ ഇന്ത്യ വിട്ടു. സോ ഫ്രം 2/4/2025 till the time he works in Jeff Bakers Limited in Rome, as he has gone out of India for taking up an employment outside India, his return to India for 10 days to attend a family function will not alter his residential status. അയാൾ വെറും 10 ദിവസം 15 ദിവസം 20 ദിവസം ഇവിടെ വരുന്നത് അയാൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് മാറ്റൂല. കാരണം അയാൾ ആ 3 പർപ്പസിൽ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പുറത്ത് പോയേക്കണം. സോ അയാൾ എന്തിനാണ് പോയത്? ഫോർ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്നാ പോയത്? 2/4/2025. സോ അന്ന് തൊട്ടിട്ട് ഹീസ് ട്രീറ്റഡ് ആസ് PROI, പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അവിടെ ആ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഡേറ്റ് ആട്ടോ അവിടെ ഇമ്പോർട്ടൻ്റ്. Next one, the Articles of Association of ABC Limited require the personal presence of 7 members to constitute quorum of general meeting. Quorum ചോദിക്കാനായിട്ടാണ് ABC Limited. So it's basically a public company. Require the personal articles പറയുന്നത് 7 members ആണ്. The company has 870 members as on the date of the meeting. So 870 members വന്നിട്ടുണ്ട്. The total members വന്നിട്ടുണ്ടെന്നല്ല, total 870 members ഉണ്ട്. Following members were present in the AGM to consider the appointment of managing director. MDനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ഇത്ര പേരായിരുന്നു പ്രസൻറ്റ് ആയിട്ടുണ്ടായിരുന്നത്. A, the representative of Governor of Karnataka. B and C, shareholder of preference shares. D, representing Green Limited and Blue Limited. E, F, G and H, S as proxies of shareholders. Can it be said the quorum was present in the meeting? Section 103 of the Companies Act 2013 പറയുന്നത് പബ്ലിക് കമ്പനിയുടെ 5, 15, 30 ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ കോറം. അതായത് അപ് ടു 1000 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ 5 ആയിരിക്കണം. മോർ ദൻ 1000 അപ് ടു 5000 ആണെങ്കിൽ 15 മെമ്പേഴ്സ് പ്രസൻറ്റ് ആയിരിക്കണം. മോർ ദൻ 5000 ആണെങ്കിൽ 30 മെമ്പേഴ്സ് പ്രസൻറ്റ് ആയിരിക്കണം. 5, 15, 30 ഇങ്ങനെയാണ് അതിൻ്റെ നമ്പർ പോകുന്നത്. 1000 more than 1000 up to 5000 more than 5000 ഇങ്ങനെയാണ് പോവുക. പക്ഷേ ഇഫ് AOA പ്രിസ്ക്രൈബ്സ് ഫോർ എ ഹയർ നമ്പർ, നീ ആ ഹയർ നമ്പർ എടുത്തോണം എന്നാണ് പറയണം. ഇത് ക്ലിയർ ആയിട്ട് 103 പറയുന്നുണ്ട്. AOA ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 7 മെമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ 5, 15, 30 അല്ല നോക്കേണ്ടത്. അപ് ടു 1000 മെമ്പേഴ്സ് ആക്ട് പറയുന്നത് അപ് ടു 1000 മെമ്പേഴ്സാണ്, 5 മെമ്പേഴ്സ് മതി. അൺലെസ് ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ഫോർ എ ഹയർ നമ്പർ. AOA ഒരു ഹയർ നമ്പർ പറയുന്നുണ്ടെങ്കിൽ നീ അത് എടുത്തോണം, അല്ലെ നിനക്ക് 5 കൺസിഡർ ചെയ്യാം. ക്വസ്റ്റൻ അത് ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ? AOA ഈ കമ്പനിയുടെ പറയുന്നു 870 മെമ്പേഴ്സ് ഉള്ള കമ്പനിയിൽ 7 മെമ്പേഴ്സ് പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ 5 അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, 7 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ A, the representative of Governor of Karnataka നമ്മൾ കൺസിഡർ ചെയ്യും. കൗണ്ട് ചെയ്യും. നമ്പർ 1, B and C ഷെയർഹോൾഡേഴ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ റൈറ്റ് എഫക്റ്റഡ് ആവുന്നില്ലല്ലോ, മാനേജിംഗ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യമല്ലേ. സോ അവർ
നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഡി റെപ്രസെൻറ്റിംഗ് ഗ്രീൻ ലിമിറ്റഡ്, ബ്ലൂ ലിമിറ്റഡ്, 2 ഡിഫറെൻറ്റ് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ടോട്ടൽ 3 ആയി. ഇപ്പം 3 ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഇ എഫ് ജി എച്ച് ആസ് പ്രോക്സീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. പ്രോക്സീനെ നമ്മൾ കോറത്തിനകത്ത് കൂട്ടൂല. സോ 7 മെമ്പേഴ്സ് പ്രസൻറ്റ് ആവേണ്ടടുത്ത് ഇപ്പോൾ എത്ര പേരെ പ്രസൻറ്റ് ആയിട്ടുള്ളൂ? 3. അതായത് ഇതെടുക്കും, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. 2 ഡിഫറെൻറ്റ് കമ്പനീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണം. So according to section 103, unless the articles prescribe for a larger number of members in case of a public company, 5 members personally present. In case if the number of members is only up to 1000, 1000 members വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 5 members present ആയാൽ മതി, unless AOA prescribes a higher number. In the given case 7 members പറയുന്നുണ്ട്. സോ 5 ആണോ 7 ആണോ വലുത്? 7 ആണ് വലുത്. സോ ഫോർ ദിസ് പർപ്പസ് ടോട്ടൽ എത്ര പേര് പ്രസൻറ്റ് ആയിരിക്കണം? 7. അഗെയിൻ ഇവിടെ നമ്മൾ ആരെയൊക്കെ എടുക്കും, ആരെയൊക്കെ എടുക്കൂല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുകയാണ്. മെമ്പേഴ്സിനെ മാത്രമേ എടുക്കുകയുള്ളൂ, പ്രോക്സിനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല. റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 112, 113 പറയുന്നുണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട്. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ബോഡി കോർപ്പറേറ്റ് നമ്മൾ പറയുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. ഫോർ ദ പർപ്പസ് ഓഫ് ദ കോറം യു ക്യാൻ കൗണ്ട് ദം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കോട്ട് ചെയ്ത് പോകാം. 112, 113, അതായത് സെക്ഷൻ 103 റെഡ് വിത്ത് 112 ആൻഡ് 113 അങ്ങനെ നിങ്ങൾക്ക് എഴുതി പോവാം. നോ ഇൻ ദ എബവ് വ്യൂ എ വിൽ ബി ഇൻക്ലൂഡഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദ കോറം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഗവർണർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബി ആൻഡ് സി ഹാവ് ടു ബി എക്സ്ക്ലൂഡഡ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടൂല, കാരണം അവരുടെ റൈറ്റ് അവിടെ എഫക്റ്റഡ് ആവുന്നില്ല. കാരണം കണ്ടോ റീസൺ പറഞ്ഞേക്കുന്നുണ്ടോ? ബിക്കോസ് ദേ റെപ്രസെൻറ്റ് പ്രിഫറൻസ് ഷെയർസ്. സിൻസ് ദ അജണ്ട ബീങ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, ദ റൈറ്റ്സ് ആർ നോട്ട് ഡയറക്ട്ലി എഫക്റ്റഡ്, ദേ ഷാൽ നോട്ട് ഹാവ് എനി വോട്ടിംഗ് റൈറ്റ്. അവർ റൈറ്റ് എഫക്റ്റഡ് ആകാത്തതുകൊണ്ട് മാനേജിംഗ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവർ റൈറ്റ് എഫക്റ്റ് ആവുന്ന ഒരു കാര്യമല്ല. അവരെ കൗണ്ട് ചെയ്യാൻ പാടില്ല. ഡി വിൽ ഹാവ് 2 votes for the purpose of quorum as he represents 2 companies, Green Limited and Blue Limited. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. EFGH are not to be included. പ്രോക്സിനെ കൂട്ടാൻ വേണ്ടി പറ്റൂല. സോ റിക്വയർമെൻറ്റ് ഓഫ് കോറം അവിടെ മെറ്റാണോ? അല്ല. 7 മെമ്പേഴ്സ് പ്രസൻറ്റ് ആവേണ്ടടുത്ത് വെറും 3 മെമ്പേഴ്സ് മാത്രമേ പ്രസൻറ്റ് ആയിട്ടുള്ളൂ. വാലിഡ് കോറം പ്രസൻറ്റ് അല്ല. മീറ്റിംഗ് എന്ത് ചെയ്തോണം? അഡ്ജോൺ ചെയ്തോണം ടു ദ നെക്സ്റ്റ് വീക്ക്, സെയിം ടൈം സെയിം ഡേ. അതോടെ കോട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ആകെ എനിക്ക് ആ സാധനത്തിനകത്ത് ആ ക്വസ്റ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ AOA ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാ തവണയും അത് ചോദിക്കണം എന്നില്ല, പക്ഷെ നല്ലൊരു ആ ഒരു ഭാഗം മാത്രം ഇറ്റ്സ് റിയലി ഗുഡ്. ബാക്കി ഇറ്റ്സ് ഓൾ വി ഹവ് സീൻ ദോസ് ടൈപ്സ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ വർക്ക് ബുക്ക്. ക്ലിയർ അല്ലേ? Okay, so next, the Companies Act 2013 prescribes certain class of unlisted public company to appoint internal auditor. Enumerate such unlisted company that are required to appoint an internal auditor, which is a direct question. മക്കളെ ഇത് പൊതുവെ അങ്ങനെ അല്ല ചോദിക്കാറ്. ഇത് അവർ ലിസ്റ്റഡ് കമ്പനിയുടെ ലിമിറ്റ് തന്നിട്ട് ചോദിക്കും, അൺലിസ്റ്റഡ് കമ്പനിയുടെ ലിമിറ്റ് തന്നിട്ട് ചോദിക്കും, പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റ് തന്നിട്ട് ചോദിക്കും. സോ ഇത് ഓർക്കാൻ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന അതേ സംഭവം ഞാൻ പറയാണ്. എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും നിങ്ങൾ ലിമിറ്റ് ക്വസ്റ്റനിൽ നോക്കണ്ട. അവർ പലതും പറയും. ലിസ്റ്റഡ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇത്ര, ലിസ്റ്റഡ് കമ്പനിയുടെ ടേൺ ഓവർ ഇത്ര. നോക്കരുത്. ലിസ്റ്റഡ് കമ്പനി ലിമിറ്റ് ഒന്നുമില്ല. യു ആർ എ ലിസ്റ്റഡ് കമ്പനി. നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്, ഓപ്ഷൻ ഒന്നും ഇല്ല. സോ ലിസ്റ്റഡ് കമ്പനിക്ക് ലിമിറ്റ് ഇല്ല. അൺലിസ്റ്റഡ് കമ്പനിയാണ് നിങ്ങൾക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? നമ്മളൊരു ഡബിൾ ഗെയിം ആലോചിക്കുക നമ്പറിൻ്റെ. അപ്പം ഞാൻ പറയുന്ന അതേ ഓർഡറിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 25, 50, 100, 200. So this should be number 1, this should be number 2, this should be number 3, and this should be number 4.
25, 50, 100, 200 ഡബിൾ ചെയ്യുവാണ്. 25ൻ്റെ ഡബിൾ ഇസ് 50, 15ൻ്റെ ഡബിൾ ഇസ് 100, 100ൻ്റെ ഡബിൾ ഇസ് 200. ആ ലിമിറ്റ് വെച്ച് ആലോചിക്കുക. 25 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി നിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് 25 crore ഓർ മോർ ആണ് ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൽ നിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് 25 crore മുകളിലാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്ററിന് വേണം. ഓർ 50 ആണ് പറയുന്നത്. അൺലിസ്റ്റഡ് കമ്പനി നിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore ഓർ മോർ ആണ് ഡ്യൂറിങ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. തൊട്ട് മുന്നത്തെ ഫിനാൻഷ്യൽ ഇയറിൽ ഇനിയിപ്പോൾ നിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് കൂടിയിട്ടില്ല, പക്ഷേ നിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കൂടി 50 crore ഓർ മോർ. 100 എന്ന് പറയുമ്പോൾ എപ്പോഴും ഹയസ്റ്റ് ലിമിറ്റ് ഇസ് ബേസിക്കലി ടേൺ ഓവർ. 100 എന്ന് പറയുമ്പോൾ നടുക്കുള്ള സംഭവം, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ്, ബോറോയിങ്സ്, അത് ബാങ്കിൽ നിന്നായിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിക്കോട്ടെ, അത് 100 crore ഓർ മോറിൽ എക്സീഡ് ചെയ്യുവാണ് ഡ്യൂറിങ് ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്റർ വേണം. സോ 25 ഇസ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ്. എല്ലാം പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ലിമിറ്റ് നോക്കേണ്ടത്. 25 crore ഓർ മോർ നോക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ്സ് ആണ്. 50 നോക്കേണ്ടത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. 100 നോക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ടേൺ ഓവർ എന്ന് പറയുന്നതാണ് 200. സോ ടേൺ ഓവർ ഓഫ് 200 crore ഓർ മോർ ഡ്യൂറിങ് ദ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ 200 എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്ററിനെ വേണം. സോ ദീസ് ആർ ദ ലിമിറ്റ്സ് ദാറ്റ് യു ക്യാൻ റിമെമ്പർ. ലിസ്റ്റഡ് കമ്പനിക്ക് ലിമിറ്റ് നോക്കരുത്, ഇവിടെ ഡബിൾ ഗെയിം ആലോചിച്ചാൽ മതി. 25, 50, 100, 200. 25 is for outstanding deposit, 50 is for paid up share capital, 100 is for outstanding loans and borrowings, 200 is for turnover. This is how you can recall. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സീഡ് ചെയ്താൽ മതി, നിനക്ക് ഇൻറ്റേർണൽ ഓഡിറ്റർ മാൻഡേറ്ററി ആണ് ഫോർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. I hope it's easy for you to remember. 100ഉം 200ഉം എന്ന് പറയുന്ന ഈ രണ്ട് ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. ഇതൊരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതുകൂടെ ഒന്ന് ഓർത്തിരുന്നു. നിങ്ങളോട് ഇപ്പോൾ അൺലിസ്റ്റഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നീ പ്രൈവറ്റ് ആണ് എക്സാമിന് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ 100, 200 ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. അതായത് ടേൺ ഓവർ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ആൻഡ് ബോറോയിങ്സ് മാത്രം പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റ്. പ്രൈവറ്റ് കമ്പനിക്ക് ഈ BO CO ഇതിൽ 100, 200 ഇതിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്യുവാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഫോർ യു ഇൻറ്റേർണൽ ഓഡിറ്റർ ഇസ് മാൻഡേറ്ററി. ഈ ക്വസ്റ്റിനകത്ത് അൺലിസ്റ്റഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ദോ ദേ ഹാവ് റിട്ടൺ അബൌട്ട് ദ ലിസ്റ്റഡ് കമ്പനി ഓൾസോ. ഐം ജസ്റ്റ് ഗിവിംഗ് യു ഹെഡ്സ് അപ്പ്. ആ മൊത്തം അങ്ങ് കവർ ചെയ്ത് പറഞ്ഞതാണ്. ലിസ്റ്റഡിന് ലിമിറ്റ് ഇല്ല, അൺലിസ്റ്റഡിന് 25, 100, 200 25, 50, 100, 200. പ്രൈവറ്റ് കമ്പനിക്ക് 100 and 200 മാത്രം നോക്കിയാൽ മതി. വെരി ഈസി ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. മറന്നു പോകുന്നവരുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത ജനറൽ ക്ലോസ് ആക്ട് ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ദേ വാസ് ഇൻ ദ ജനറൽ ക്ലോസ് ആക്ട്. RTP ക്വസ്റ്റൻ ആണെങ്കിൽ ജനറൽ ക്ലോസിനകത്ത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. സ്റ്റേറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ജനറൽ ക്ലോസ് ആക്ട് 1897 റിലേറ്റിംഗ് ടു ജെൻഡർ ആൻഡ് ദ നമ്പർ. നമ്മുടെ ഈ ലോയ്ക്കകത്ത് സ്ഥിരം കണ്ടിട്ടില്ലേ, ഹീ ഷാൽ ബി എൻടൈറ്റിൽ ടു എ പെനാൽറ്റി ഓഫ്, അല്ലെങ്കിൽ ഹീ ഷാൽ ബി എൻടൈറ്റിൽ ടു റെൻഡർ ദ ഡ്യൂട്ടീസ്. അപ്പോൾ ഹീ എന്ന് പറയുമ്പം ആ പൊസിഷനിൽ ഇരിക്കുന്നത് ഒരു ഫീമെയിൽ ആണെങ്കിൽ അത് അവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണോ, അല്ലെങ്കിൽ ഹീസ് എൻടൈറ്റിൽ ടു എ പെനാൽറ്റി എന്ന് പറയുമ്പോൾ ആ പൊസിഷനിൽ ഒരു ഒരു മാൻ ഇരിക്കുമ്പോൾ മാത്രമേ പെനാൽറ്റി വരുള്ളൂ, അവിടെ ഒരു ഫീമെയിൽ വരുമ്പോൾ പെനാൽറ്റി വരില്ല എന്നാണോ, അല്ലെങ്കിൽ ചിലയിടത്ത് നമ്മൾ ഇപ്പം ഹീ എന്ന് പറയുമ്പോൾ അത് സിംഗുലറാണ്, ദെം അല്ലെങ്കിൽ ദേ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി. അപ്പോൾ അവിടെ സിംഗുലർ വേർഡ് ഉപയോഗിച്ചതുകൊണ്ട് ആ ഒരാൾ മാത്രം പെനാൽറ്റി അടച്ചാൽ മതി, ബാക്കി ആരും പെനാൽറ്റി അടയ്ക്കണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. സോ നമ്മുടെ ലോയ്ക്കകത്ത് ഹീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഷീ ഇൻക്ലൂഡഡ് ആണ്. സിംഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലൂറലായിട്ട് തന്നെയാണ്. ചിലപ്പോൾ പ്ലൂറലായിരിക്കും ഉപയോഗിച്ചേക്കുന്നത്, പക്ഷേ അവിടെ ഒരാൾ മാത്രമായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ സിംഗുലർ ആയിരിക്കും, വൈസ് വേഴ്സ. സോ ചിലപ്പോൾ സിംഗുലർ ഉപയോഗിച്ചാൽ അവിടെ മൾട്ടിപ്പിൾ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലൂറലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഹീ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നെങ്കിൽ, പക്ഷേ ഇറ്റ് ഇസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ഫീമെയിൽസ്, അതാണ് അതിൻ്റെ അർത്ഥമേ. സോ ജെൻഡർ നമ്പർ അക്കോർഡിംഗ് ടു സെക്ഷൻ 13 ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട്
in all legislation and regulation unless there is any repugnant in the subject or context. Words importing the masculine gender shall be taken to include females. മാസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഫീമെയിൽസും ഇൻക്ലൂഡഡ് ആണ്. വേർഡ്സ് ഇൻ ദ സിംഗുലർ ഷാൽ ഇൻക്ലൂഡ് ദ പ്ലൂറൽ ആൻഡ് വൈസ് വേഴ്സ. എടാ ഹി, ഹിം, മറ്റേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ തെറ്റ് ചെയ്തേക്കുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അവിടെ ദേ ആണ് അപ്ലൈ ആവുക, അല്ലെങ്കിൽ ദെം ആയിരിക്കും അപ്ലൈ ആവുക. In accordance with the rule, the words importing the masculine gender are to be taken to include females. The word men may properly held to include women, and pronoun he and its derivatives may be construed to refer any other person, whether male or female. He എന്ന് പറഞ്ഞാണ് ഉപയോഗിച്ചേക്കുന്നതെങ്കിൽ പോലും അവിടെ ഹീക്കും ഷീക്കും, അതായത് മെയിലും ഫീമെയിലും ഒക്കെ അവൈലബിൾ ആണ്, ആപ്ലിക്കബിൾ ആണ്. ഫാദർ എന്ന് പറയുമ്പോൾ ഫാദർ ആൻഡ് മദർ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. വേർ എ വേർഡ് കൊണോട്ടിങ് എ കോമൺ ജെൻഡർ ഇസ് അവൈലബിൾ ബട്ട് ദ വേർഡ് യൂസ് കൺവേസ് എ സ്പെസിഫിക് ജെൻഡർ, ദർ ഇസ് എ പ്രിസംഷൻ ദാറ്റ് പ്രൊവിഷൻ ഓഫ് ജെൻഡർ ക്ലോസ് ആക്ട് ഡു നോട്ട് അപ്ലൈ. അവിടെ ഒരു സ്പെസിഫിക് ജെൻഡർ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആനിമൽസിനെയൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ജെൻഡർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നീ സ്പെസിഫിക് ജെൻഡർ മാത്രം എടുക്കുക, ജെൻഡർ ക്ലോസ് ആക്ടിന് ഈ പ്രൊവിഷൻ നീ അപ്ലൈ ചെയ്യേണ്ട. അതല്ലാതെ കമ്പനീസ് ആക്ടിനകത്തൊക്കെ നമ്മൾ ഹി, ഷീ, ഇറ്റ്, മറ്റേ വൺ പേഴ്സൺ, ദേ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണോ അത് ആപ്ലിക്കബിൾ ആവും. ഇഫ് എ സിംഗിൾ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ഇറ്റ്, അപ്ലൈ സിംഗുലർ. ഇഫ് മോർ ദൻ വൺ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് എ ഫ്രോഡ് ഓർ കമ്മിറ്റഡ് എൻ ഒഫൻസ്, അപ്ലൈ പ്ലൂറൽ ദർ. ഹി എന്ന് പറയുമ്പോൾ അവിടെ ഷീയും കൂടെ അപ്ലൈ ചെയ്തോണം. പക്ഷേ സ്പെസിഫിക് ജെൻഡർ മാത്രമേ വരുള്ളൂ എന്ന് പറയുമ്പോൾ നീ പ്രൊവിഷൻ അപ്ലൈ ചെയ്യേണ്ട, അത് എടുത്ത് പറയും. അല്ലാത്തടത്തോളം ഒക്കെ നിനക്ക് മോളിൽ പറഞ്ഞ പോലെ സിംഗുലർ ഷാൽ ഇൻക്ലൂഡ് പ്ലൂറൽ, മാസ്കുലൈനകത്ത് ഫീമെയിലും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, hope that's clear. Next one, Box Limited is a company engaged in the business of manufacturing papers. Kindly explain the provisions relating to quorum in the meeting as per the provisions of Companies Act. ഇതിപ്പം റിപ്പീറ്റ് ചെയ്തോലെ എനിക്ക് തോന്നുന്നു. തൊട്ട് മുന്നേ AOAയുടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് കോറം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. സ്റ്റിൽ ഇറ്റ്സ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. സോ നോക്കാം. ബോക്സ് ലിമിറ്റഡ് ആണ്, ഇതൊരു പബ്ലിക് കമ്പനിയാണ്. കോറം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. അൺലെസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ് ഫോർ എ ഹയർ നമ്പർ, AOA ഒരു ഹയർ നമ്പർ പറയാത്തടത്തോളം അപ് ടു 1000 മെമ്പേഴ്സ് ആണെങ്കിൽ 5, മോർ ദൻ 1000 to 5000 ആണെങ്കിൽ 15, ആൻഡ് മോർ ദൻ 5000 ആണെങ്കിൽ 30 മെമ്പേഴ്സ് ആയിരിക്കണം പ്രസൻറ്റ് ആവേണ്ടത്. 5, 15 and 30. സോ 1000 to 5000, മോർ ദൻ 5000 shall be the quorum. അപ്പോൾ ഓർത്തോണം, അൺലെസ് AOA പ്രിസ്ക്രൈബ്സ് എ ലാർജർ നമ്പർ. AOA ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നീ അത് ചെയ്തോണം. സെയിം ക്വസ്റ്റൻ നമ്മൾ പറഞ്ഞത്, AOA 870 മെമ്പേഴ്സിലെടുത്ത് 7 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നീ 5 എടുക്കരുത്. ഇപ്പോൾ 1000 up to 5000 അകത്ത് അവർ 15 പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ AOA 20 എന്ന് പറയുകയാണെങ്കിൽ നീ 15 എടുക്കരുത്, നീ ഏതിനും എടുക്കണം 20. ഇപ്പോൾ ഇവിടെ എക്സീഡിങ് 5000 30 ആണ്. ഇപ്പോൾ ഇവിടെ AOA 40 എന്ന് പറഞ്ഞാൽ പിന്നെ നീ 30 എടുക്കരുത്, നീ ഏതിനും എടുക്കണം 40. So if AOA is prescribing a larger number, go for it. If nothing is mentioned, you can go for the act. 5, 15 and 30. 5 up to 1000, 15, more than 1000 to 5000, more than 5000 is 30. Clear അല്ലേ? ഇതൊക്കെ റിവിഷനാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെയുള്ള സെക്ഷൻസ് പല പല സമയത്തായിട്ട് നമുക്ക് കവർ ചെയ്ത് കിട്ടും. Okay. Answer the following citing relevant provisions of Companies Act 2013. ABC Limited, having a paid up share capital of 1 crore, availed a term loan of 10 lakh from Y Bank Limited to purchase electrical items. Mr. Atanu, one of the directors of the company, is of the opinion that it shall be considered as a deposit. Whether his contention is correct. അപ്പോൾ ഡെപ്പോസിറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് എക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ്സിനകത്ത് കവേർഡ് ആണോ, ഡെപ്പോസിറ്റ് ആണോ. റൂൾ 2 സബ് റൂൾ 1 ക്ലോസ് C, റൂൾ 2(1)(c)ക്കകത്താണ് നമ്മൾ നോക്കേണ്ടത്. A government company which is eligible to accept deposits under section 76 of the Companies Act 2013 cannot accept deposits from public exceeding 25% of the aggregate of paid up share capital, free reserves and securities premium. Is this correct? അപ്പോൾ 25% കൂടുതൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഈ പറയുന്ന കണ്ടൻഷൻ ശരിയാണോ അല്ലയോ. സോ ഫസ്റ്റ് വണ്ണകത്ത്
Rule 21C പ്രകാരം any amount received as a loan or facility from any banking company shall not be considered as a deposit. സോ മുകളിൽ അവർ ഈ പറയുന്നത് ബാങ്കിൽ നിന്നാണ് കടം മേടിച്ചേക്കുന്നത്, ബാങ്കിൽ നിന്നാണ് കടം എടുത്തേക്കുന്നത്. സോ ദിസ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ മറ്റേ ഡയറക്ടറിൻ്റെ കണ്ടൻഷൻ ശരിയാണോ? അല്ല. സെക്കൻഡിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് ഗവൺമെൻറ് കമ്പനിക്ക് 25% വരെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കറക്റ്റാണോ? 25 അല്ല 35% വരെ അക്സെപ്റ്റ് ചെയ്യാം. സോ government company is not eligible to accept or renew deposits under section 76 if the amount of such deposits together with the amount of other deposits outstanding exceeds 35% of the aggregate paid up share capital. 25% പറഞ്ഞേക്കുന്നത് അത് തെറ്റാണ്. എത്ര വരെ പോകാം? 35%. മേടിക്കാൻ പോകുന്നതും ഓൾറെഡി മേടിച്ചതും കൂടെ 35% എക്സീഡ് ചെയ്യരുത്. അവർ 25 ആണ് പറയുന്നത്, തെറ്റാണ്. ഇതൊക്കെ MCQനും ചോദിക്കാം. ബാങ്കിങ് കമ്പനിയിൽ നിന്ന് എടുക്കുന്ന ലോൺ ഒരിക്കലും ഡെപ്പോസിറ്റ് ആയിട്ട് കാണരുത്. ഇവർ ബാങ്കിൽ നിന്ന് കടം എടുത്തേക്കുന്ന ടേം ലോൺ, നോട്ട് ഡെപ്പോസിറ്റ്. I hope it's clear again. Going for the next one, explain the rule which suggests that plain word requires no explanation. Plain words in explanation വേണ്ട. ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ദിസ് റൂൾ ഇസ് ബേസിക്കലി കോൾഡ് എ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. അതായത് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാമറ്റിക്കൽ മീനിങ് എന്താണോ നീ അത് തന്നെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, അതിനകത്ത് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ല, ആംബിഗ്വിറ്റി ഇല്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്, ജസ്റ്റ് ടേക്ക് ദ ഗ്രാമറ്റിക്കൽ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്. അതാണ് പറയുന്ന റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. It is a cardinal rule of construction that a statute must be construed literally and grammatically. നിങ്ങൾ ഒരു ലോ മനസ്സിലാകുമ്പോൾ ലിറ്ററലി മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഗ്രാമറ്റിക്കലി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗിവിംഗ് ദ വേർഡ്സ് ആർ ഓർഡിനറി ആൻഡ് നാച്ചുറൽ മീനിങ്. അവരുടെ ഓർഡിനറി നാച്ചുറൽ മീനിങ് അനുസരിച്ചിട്ട് ലിറ്ററലിയും ഗ്രാമറ്റിക്കലിയും ഒരു ലോ എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക. Therefore, the language used in the statute must be construed in its grammatical sense. അപ്പോൾ എപ്പോഴും ഗ്രാമറ്റിക്കൽ അർത്ഥത്തിൽ വേണം നിങ്ങൾ ആ ലോ എപ്പോഴും വായിക്കാനായിട്ട്. The correct course is to take the words themselves and arrive if possible at their meaning without reference to cases in the first instance. ആദ്യം തന്നെ കേസ് പോയി റെഫർ ചെയ്യേണ്ട, അതിൻ്റെ ഗ്രാമറ്റിക്കൽ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. If the phraseology of a statute is clear and unambiguous and capable of one and only one interpretation, then it would not be correct to extrapolate these words out of their natural and ordinary sense. അതായത് ആംബിഗ്വിറ്റി ഒന്നും ഇല്ല, ഒന്നിൽ കൂടുതൽ മീനിങ് ഒന്നും വരുന്നില്ല, പിന്നെ എന്തിനാണ് അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ നാച്ചുറൽ മീനിങ് എന്താണോ ഓർഡിനറി മീനിങ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ വെൻ ദ ലാംഗ്വേജ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ട് ഇസ് പ്ലെയിൻ ആൻഡ് അൺആംബിഗ്വസ്, ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ ടു ദ കോർട്ട് ടു അഡോപ്റ്റ് എനി അതർ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ഷൻ സിംപ്ലി വിത്ത് എ വ്യൂ ടു ക്യാരി ഔട്ട് ദ സപ്പോസ്ഡ് ഇൻറ്റൻഷൻ. ഒരു തരത്തിലും മനസ്സിലാകാതിരിക്കാൻ മാത്രം കോംപ്ലിക്കേഷൻ അതിനകത്തില്ല. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പ്ലെയിൻ ഓർഡിനറി നാച്ചുറൽ മീനിങ് ആണ്. പിന്നെ കോടതി ചെന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് കോടതിയോട് ചോദിച്ച് കോടതിക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരാനായിട്ടുള്ള റൈറ്റ് ലോ കോർട്ടിന് കൊടുക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആംബിഗ്വിറ്റി ഉണ്ട്, മോർ ദൻ വൺ മീനിങ് വരുന്നുണ്ട്, ദെൻ ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ കോർട്ട്. കോർട്ടിന് ഇതാണ് ഈ കണ്ടെക്സ്റ്റിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരാം. വെൻ ദ മീനിങ് ഇസ് ഓർഡിനറി, വെൻ യു ക്യാൻ അപ്ലൈ ദ ഓർഡിനറി നാച്ചുറൽ മീനിങ്, ദർ ഇസ് ദ വേർഡ്സ് യൂസ് ഇസ് പ്ലെയിൻ, അൺആംബിഗ്വസ് ആണ്, മോർ ദൻ വൺ എക്സ്പ്ലനേഷൻ ഇല്ല. സ്റ്റിക്ക് ടു ദ ഗ്രാമറ്റിക്കൽ interpretation. This principle is contained in the Latin maxim the absoluta sententia expositare and non-indigent. ഇതാണ് ഈ പറയുന്ന മാക്സിം ആണ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട വാക്ക്. ഇൻ അതർ വേർഡ്സ്, പ്ലെയിൻ വേർഡ്സ് റിക്വയർ നോ എക്സ്പ്ലനേഷൻ. പ്ലെയിൻ വേർഡ്സിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം ഒരു തരത്തിലുള്ള ആംബിഗ്വിറ്റിയും ആ പറയുന്ന വേർഡിനകത്ത് ഇല്ല, ഒരു തരത്തിലുള്ള മോർ ദൻ വൺ മീനിങ് ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ ടു ദ കോർട്ട് ടു ഗിവ് എനി അതർ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ഷൻ ടു ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ്. ഇതൊക്കെ കുട്ടികൾക്ക് സ്ഥിരം ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം പോലെ തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ. മോർ ദൻ വൺ മീനിങ് ഉണ്ടെങ്കിൽ ഓപ്പൺ, നോട്ട് മോർ ദൻ വൺ മീനിങ് ടേക്ക് ദ ഓർഡിനറി നാച്ചുറൽ മീനിങ്. ഈ മാക്സിമിൽ നിന്നാണ് ഈ പറയുന്ന കോൺസെപ്റ്റ് തന്നെ വന്നത്. Interpretation, very easy question again they have put.
Okay. Explain the provisions of Companies Act 2013 relating to the service of documents on a company and the members of a company. Service of documents നെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, which is actually section 20. Direct question ആണ്. According to section 20 of the Companies Act 2013, a document may be served on a company or an officer. ഒരു കമ്പനിക്ക് അയക്കാനായിട്ടോ കമ്പനീൻ്റെ ഓഫീസറിന് അയക്കാനായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ അയക്കാൻ വേണ്ടി പറ്റും? either sending it to the company or officer at the registered office of the company. നിങ്ങൾക്ക് കമ്പനിയുടെ അഡ്രസ്സിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സ് എന്താണോ ആ ഓഫീസറിനോ കമ്പനിക്കോ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സെർവ് ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സിലൂടെ നിങ്ങൾക്ക് അയക്കാം. എങ്ങനെയൊക്കെ അയക്കാം? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം, കൊറിയർ സർവീസ് വഴി അയക്കാം, ഓർ ഈവൻ ലീവ് ഇറ്റ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ്. സോ സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, കൊറിയർ സർവീസസ്, ഓർ യു കെൻ ഈവൻ ലീവ് ഇറ്റ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ്, ഓർ ബൈ എനി അതർ ഇലക്ട്രോണിക് മോഡ് യു കെൻ സെർവ് എനി ഡോക്യുമെൻറ്റ്സ്. ഏതെങ്കിലും ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയക്കാം. ഓക്കെ, ഇനി under section 20 subsection 2, save as otherwise provided in the act or rule made thereunder, for filing of documents with the ROC in electronic mode, a document may be served on ROC. അപ്പോൾ കമ്പനിക്കും കമ്പനിയുടെ ഏതിൽ ഓഫീസറിന് സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സിലോട്ട് അയക്കാം. സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ കൊറിയറോ ഇലക്ട്രോണിക് മോഡ് വഴിയോ അല്ലെങ്കിൽ ഈവൻ അവിടെ കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ ROCക്കാണ് എന്തെങ്കിലും അയക്കുന്നത്, ROCക്കാണ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സെർവ് ചെയ്യുന്നത്, അല്ലെ മെമ്പറിനാണ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സെർവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നോർമൽ പോസ്റ്റ് വഴി അയക്കാം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, സ്പീഡ് പോസ്റ്റ് വഴി അയക്കാം, കൊറിയർ വഴി അയക്കാം, ഓർ ഈവൻ അതിൻ്റെ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇവിടെ നോർമൽ പോസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. ബൈ പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, കൊറിയർ, ഇലക്ട്രോണിക് മീൻസ് അല്ലെ ഡയറക്റ്റ് ഓഫീസ് അഡ്രസ്സിൽ തന്നെ കൊണ്ടേ കൊടുക്കാം. റിമെമ്പർ, ഈ സാധാരണ പോസ്റ്റ് എവിടെ കവേർഡ് അല്ല, ഇവിടെ കവേർഡ് അല്ല, അതിവിടെ മാത്രമേ കവേർഡ് ആയിട്ടുള്ളൂ. ഇതാണ് കുട്ടികൾ പൊതുവേ പ്രൊവിഷൻ എഴുതാൻ നേരത്തെ തെറ്റിക്കുന്ന. ജസ്റ്റ് മാർക്ക് ഇറ്റ്. സോറി, ഇത് ROCക്ക് അല്ലെങ്കിൽ മെമ്പറിന് കൊടുക്കുമ്പോൾ, ഇത് കമ്പനിക്കോ കമ്പനിയുടെ ഓഫീസറിനോ കൊടുക്കുമ്പോഴാണ് അവിടെ നോർമൽ പോസ്റ്റ് കവേർഡ് അല്ല. വെരി സ്മോൾ തിങ്സ്, ബട്ട് ഇഫ് യു ആക്ച്വലി മേക്ക് എ വെരി സ്മോൾ നോട്ട് ഓഫ് ഇറ്റ്, യു വുഡൻ മേക്ക് എ മിസ്റ്റേക്ക് ഇഫ് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. Okay. Next is LLP. LLP is an alternate corporate business form that gives the benefits of LLP of a company and the flexibility of a partnership. Limited liability partnership എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റും കിട്ടും, കമ്പനിയുടെ ബെനിഫിറ്റ്സും കിട്ടും. നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഫൗണ്ടേഷൻ തൊട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. LLP is an alternate corporate business vehicle that gives the benefits of LLP, limited liability of a company and flexibility of a partnership. ഒരു പാർട്ട്ണർഷിപ്പിന് ഫ്ലെക്സിബിലിറ്റിയും കിട്ടും, ഒരു കമ്പനിയുടെ ലിമിറ്റഡ് ലൈബിലിറ്റിയും കിട്ടും. Every partner of a LLP is for the purpose of the business of the firm, the agent of the LLP and not of the other partners. ഇപ്പം LLP തുടങ്ങാൻ ഒരു 3 പേരുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏജൻസ് അല്ല. A is not the agent of B, B is not the agent of C, C is not the agent of A or B. അവർ ജസ്റ്റ് ഏജൻറ്റ് ഓഫ് LLP ആണ്. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറിൻ്റെ ഏജൻറ്റാണ്, മ്യൂച്വൽ ഏജൻസി ഉണ്ട്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് LLPക്കകത്തില്ല. വൺ പാർട്ട്ണർ ഇസ് നോട്ട് ദ ഏജൻറ്റ് ഓഫ് ദ അതർ പാർട്ട്ണർ, ദേ ആർ ഓൺലി ദ ഏജൻറ്റ്സ് ഓഫ് ദ LLP. LLPക്ക് സംസാരിക്കാൻ പറ്റില്ല, കൈയും കാലും ഇല്ല. സോ LLPയുടെ ഏജൻറ്റാണ്, ബാക്കി പാർട്ട്നേഴ്സിന് ഏജൻറ്റ് അല്ല. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ LLPക്കകത്തൊരു കാര്യം ചെയ്താൽ മറ്റേ പാർട്ട്ണർ ചെയ്തതിന് തുല്യമല്ല. The liability of the partners will be limited to their agreed contribution in the LLP, while the LLP itself will be liable for the full extent of assets. നിങ്ങൾ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നോ, നിങ്ങൾ എത്ര പൈസ കൊണ്ടുവന്നോ അത്ര മാത്രമേ നിങ്ങളുടെ ലൈബിലിറ്റി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ലൈബിലിറ്റി എന്താണോ LLPയുടെ പേര് വരുന്നത്, LLPയുടെ അസറ്റ് വിൽക്കുക, എന്നിട്ട് LLPയുടെ കടം എന്താണെന്ന് വെച്ചാൽ വീട്ടുക. അല്ലാണ്ട് പാർട്ട്നേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടോ പേഴ്സണലി കൊണ്ടുവന്നിട്ടോ ആ കടം തീർക്കേണ്ട ആവശ്യം ഇല്ല. Flexibility of a partnership. LLP allows its members a flexibility of organizing their internal structure as a partnership based on a mutually arrived agreement. അവർക്കകത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം തീരുമാനിക്കാം. The LLP form enables entrepreneurs, professionals and enterprises providing service of any kind or engaged in scientific technical disciplines to form commercially efficient vehicles suited to their requirement. ആർക്ക് വേണമെങ്കിലും LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓൺട്രപ്രണറിനോ പ്രൊഫഷണൽസിനോ എൻ്റർപ്രൈസസിനോ സയൻറ്റിഫിക് ടെക്നിക്കൽ ഡിസിപ്ലിൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ് LLP എന്നുള്ളൊരു ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. Owing to its flexibility in structure and operation, LLP is a suitable vehicle for small enterprises and for investment by venture capital. Small enterprisesiനും എന്ത് നല്ലതാണ് LLP നല്ല. വൈ? ലിമിറ്റഡ് കമ്പനിയുടെ ലിമിറ്റഡ് ലൈബിലിറ്റി എന്നുള്ള ബെനിഫിറ്റും കിട്ടും, പാർട്ട്ണർഷിപ്പിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. അതുകൊണ്ട് എല്ലാവരും LLP
ഒരു ഫേവറബിൾ ഫോം ഓഫ് സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. സോ ഇതാണ് നിങ്ങളിവിടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇഫ് യു ആർ എ ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റ്, this should be actually a very familiar topic to you. I hope it's clear. Going for the next one again. The definition sometimes includes the words mean, include, means and include, and to apply and include. What is the meaning of such words? നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻസിനകത്തൊക്കെ കണ്ടില്ലേ, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനിയിലോ. പിന്നെ ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻറ്റ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മീൻസ് കാണും, ചിലപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് കാണും, ചിലപ്പോൾ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് കാണും. എന്താണ് ലോയ്ക്കകത്ത് ഈ മീൻസ്, ഇൻക്ലൂഡ്സ്, മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സിൻ്റെയൊക്കെ അർത്ഥം? റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റെസ്ട്രിക്ഷൻസ്, ഡെഫിനിഷൻസ്, അതാണ് അതിൻ്റെ അർത്ഥം. ദ ഡെഫിനിഷൻ ഓഫ് എ വേർഡ് ഓർ എക്സ്പ്രഷൻ ഇൻ ദ ഡെഫിനിഷൻ സെക്ഷൻ മേ ഐദർ ബി റെസ്ട്രിക്റ്റിംഗ് ഓഫ് ഇറ്റ്സ് ഓർഡിനറി മീനിങ് ഓർ ബി എക്സ്റ്റെൻസീവ് ഓഫ് ദ സെയിം. ചില സമയത്ത് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് ആയിരിക്കും. ഇതുപോലെ തന്നെ ആയിരിക്കണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ പോലും മാറാൻ പാടില്ല, എക്സാക്ട്ലി ഇതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ്റ്റെൻസീവ് ആണ്, കൂടുതൽ വരാം. അതായത് ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻഡ്, പിന്നീട് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കമ്പനി മീൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയാം പ്രൈവറ്റ് കമ്പനി മീൻസ്, സ്മോൾ കമ്പനി മീൻസ്, അത് തന്നെ പബ്ലിക് കമ്പനി. അപ്പോൾ മീൻസ് എന്ന് പറയുമ്പോൾ അത് റെസ്ട്രിക്റ്റീവ് ആണ്, മാറ്റാൻ പാടില്ല. എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് എന്നൊരു ഇനി കൂടുതൽ സാധനങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ആഡ് ചെയ്യാം. വെൻ എ വേർഡ് ഇസ് ഡിഫൈൻഡ് ടു മീൻ such and such, the definition is prima facie restrictive and exhaustive. അപ്പോൾ ആ കാറിൽ വെച്ചോണം, മീൻസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്. വി മസ്റ്റ് റെസ്ട്രിക്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ടു ദ ഗിവൺ വേർഡ് ഇൻ ദ ഡെഫിനിഷൻ. എന്താണോ ആ ഡെഫിനിഷനിൽ പറഞ്ഞേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനായിട്ടുള്ള റൈറ്റ് ഇല്ല. അത് റെസ്ട്രിക്റ്റീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്, മാറ്റരുത്. But the word is defined to include such and such. The definition is prima facie extensive. Include എന്നൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ്, ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ്, ഇൻക്ലൂഡ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിയർ ഇറ്റ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ മീനിങ് അസൈൻ ടു ഇറ്റ്, ബട്ട് ഇറ്റ് ഹാസ് എ എക്സ്റ്റെൻസീവ് മീനിങ്. അപ്പോൾ അതിനൊരു റെസ്ട്രിക്റ്റീവ് അല്ല, എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ രണ്ടാണ്. മീൻ എന്ന് പറയുമ്പോൾ മീൻ സച്ച് ആൻഡ് സച്ച് മീൻ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്. ഇൻക്ലൂഡ് എന്ന് പറയുമ്പം എക്സ്റ്റെൻസീവ് ആണ്, കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാം. We may also find a word being defined as means and includes such and such. In this case, definition would be exhaustive. Means and includes എന്ന് പറഞ്ഞാലും exhaustive എന്ന് തന്നെയാണ് അർത്ഥം. So means എന്ന് പറഞ്ഞാൽ restrictive, exhaustive, include എന്ന് പറഞ്ഞാൽ extensive, കൂടുതൽ ആഡ് ചെയ്യാം. Means and includes എന്ന് പറഞ്ഞാൽ exhaustive. On the other hand, if the word is defined to apply and include, the definition is understood as extensive. Apply and include. അപ്പോൾ ആ include എന്നൊരു വാക്ക് വരുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾവേസ് എക്സ്റ്റെൻസീവ്. സോ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. മീൻസ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്, ഇനി ഒന്നും ചെയ്യരുത്, അതുപോലെ തന്നെ ആയിരിക്കണം. ഇൻക്ലൂഡ് എന്ന് പറയുമ്പം എക്സ്റ്റെൻസീവ് ആണ്. മീൻസ് ആൻഡ് ഇൻക്ലൂഡ് എന്ന് പറയുമ്പം എക്സോസ്റ്റീവ് ആണ്. ഇനിയും നമ്മുടെ അപ്ലൈ ടു ആൻഡ് ഇൻക്ലൂഡ് എന്ന് പറയുമ്പോഴും എക്സ്റ്റെൻസീവ് ആണ്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. ഇതിനകത്ത് പ്ലീസ് സ്റ്റഡി എക്സാമ്പിൾസ് ഓൾസോ, കാരണം അത് ചോദിക്കാറുള്ളതാണ്. അവരിവിടെ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. മേക്ക് ഷുവർ യു സ്റ്റഡി എക്സാമ്പിൾസ്. ഓരോരുത്തരും മീൻസിൻ്റെയും ഇൻക്ലൂഡ്സിൻ്റെയും മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സിൻ്റെയൊക്കെ എക്സാമ്പിളും കൂടെ ഓരോന്ന് കഴിയുമ്പോൾ എഴുതുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. Okay, going for the next one. The Companies Act 2013 has prescribed an additional duty on the Board of Directors to include in the Board's report a Director's responsibility statement. Briefly mention any 4 matters to be furnished in the said statement. DRS-നകത്ത് Board's report-നകത്ത് DRS എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. DRS-നകത്ത് വരുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഓർത്തിരിക്കാൻ കുറച്ച് ഞാൻ നേരത്തെ ഇൻറ്റേർണൽ ഓഡിറ്റർ പഠിപ്പിച്ചപ്പോൾ ഒരു കോഡ് പറഞ്ഞാൽ ഐ വിൽ മേക്ക് യു
റിക്കളക്ട് ദിസ് ഇൻ എ വെരി സിമ്പിൾ വേ. ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം മെറ്റീരിയൽ ഡിപ്പാർച്ചർ ഉണ്ടാകുമ്പോൾ. ജസ്റ്റ് ഹൈലൈറ്റ് ഓർ ജസ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് പോലെ. പിന്നെ അക്കൗണ്ടിങ് പോളിസീസ് കൺസിസ്റ്റൻ്റ്ലി അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ അഫയേഴ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോപ്പറായിട്ടാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നതെന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. സോ കീ വേർഡ്സ് എന്ന് പറയുന്നത് ആനുവൽ അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് പോളിസീസ്, പിന്നെ അക്കൗണ്ടിങ് റെക്കോർഡ്, മെയിൻ്റെനൻസ് ഓഫ് ആഡിക്വേറ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഫോർ പ്രിവെൻറ്റിങ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ദ ഫ്രോഡ് ആൻഡ് സേഫ് ഗാർഡിങ് ദ അസറ്റ്സ്. സോ കീ വേർഡ്സൊക്കെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുവാണ്. ഇവർ 4 കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഈവൻ മോർ ദൻ 4 ഐ എം ട്രൈങ് ടു മേക്ക് യു റൈറ്റ്. പിന്നെയും ആനുവൽ അക്കൗണ്ട്സിനെ പറ്റി പറയുന്നു. വീണ്ടും ആനുവൽ അക്കൗണ്ട്സിനെ പറ്റി പറയുന്നു. വീണ്ടും ഡയറക്ടേഴ്സ് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ആഡിക്വേറ്റ് ആണ്. ആനുവൽ അക്കൗണ്ട്സ് ഗോയിങ് കൺസേൺ ബേസിസ്. ഡയറക്ടേഴ്സ് ലിസ്റ്റഡ് കമ്പനി, ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ, ആഡിക്വേറ്റ്. IFC ആണ് കോഡ്. ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അടുത്ത കീവേഡ് ആപ്ലിക്കബിൾ ലോസ്, adequate operating effectively, applicable laws. These are the keyword. So DRSനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. ആനുവൽ അക്കൗണ്ട്സ് പ്രോപ്പർ എക്സ്പ്ലനേഷൻ, ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മെറ്റീരിയൽ ഡിപ്പാർച്ചർ വന്നു, മെറ്റീരിയൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അക്കൗണ്ട്സിൽ പറഞ്ഞിട്ടില്ല, നീ അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊരു കാര്യം ഉറപ്പ് വരുത്തണം. സോ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ആനുവൽ അക്കൗണ്ട്സ് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ ഫോളോഡ് വിത്ത് പ്രോപ്പർ എക്സ്പ്ലനേഷൻ റിലേറ്റിംഗ് ടു ദ മെറ്റീരിയൽ ഡിപ്പാർച്ചർ. പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയല്ലേ? ഇതുകൂടെ വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്തു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടില്ലേ നിങ്ങൾ? മെറ്റീരിയൽ ഡിപ്പാർച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടില്ലേ? 2 അക്കൗണ്ടിങ് പോളിസീസ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് എ കമ്പനി. P&L നിങ്ങൾ P&L ബാലൻസ് ഷീറ്റൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ തരുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾ അക്കൗണ്ടിങ് പോളിസീസ് പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലേ? സോ ആനുവൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് AS ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, മെറ്റീരിയൽ ഡിപ്പാർച്ചേഴ്സിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ലേ, അക്കൗണ്ടിങ് പോളിസീസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ in order to represent a true and fair view of the state of affairs of a company. 3 നിങ്ങളുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഫോർ സേഫ് ഗാർഡിംഗ് ദ അസറ്റ്സ് ഓഫ് എ കമ്പനി ആൻഡ് ഫോർ പ്രിവെൻറ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ദ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനായിട്ടും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അക്കൗണ്ടിങ് റെക്കോർഡ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ആനുവൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഗോയിങ് കൺസേൺ ബേസിസിലാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്? നിങ്ങളൊരു ലിസ്റ്റഡ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഫൈനാൻഷ്യൽ കൺട്രോൾ നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ട് ഉണ്ടോ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എല്ലാ ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ. നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് മാത്രമല്ലല്ലോ, എന്തൊക്കെ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടാവും, സെബി ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ആഡിക്വേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലേ? ഇതിനകത്ത് ഏതെങ്കിലും 4 എഴുതാനാണ് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എഴുതാം. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ടു സ്റ്റഡി ഓൾ ദ പോയിന്റ്സ്. കാരണം ഏതാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. So these are the keyword: annual accounts accounting standards, annual accounts going concern basis, accounting policies consistently applied, accounting records maintained adequately, directors listed company IFC, applicable laws and regulations. These are the keywords. ഇതിനെ വെച്ച് നിങ്ങൾ സെൻറ്റൻസ് ആക്കിയാൽ മതി. Okay, going for the next one. Manu and Romu are college friends and intend to do trading in musical instruments. They have met Mr. John and Mr. Kate, who are non-resident Indian, and they all have decided to form a LLP. So ഇവിടെ Manu and Romu are college friends. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്യാനായിട്ടാണ്. ജോൺ ആൻഡ് കേറ്റ് അവർ നോൺ റെസിഡൻസ് ആണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണ്. എല്ലാവരുടെ LLP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മനു, റോമു, ജോൺ ആൻഡ് കേറ്റ് 4 പേര് LLP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക. അണ്ടർ ദ നെയിം ആൻഡ് സ്റ്റൈൽ ഓഫ് മനു ജോൺ LLP വിത്ത് എൻ ഇനീഷ്യൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ്
1 lakh each. The LLP was incorporated on 15th October 2024. The LLP intends to appoint Mr. John and Mr. Kate as designated partners and consult same with its chartered accountant. പുറത്തുള്ള രണ്ട് NRIസിനെയാണ് DP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ അപ്രോച്ച് ചെയ്യുവാണ്. യു ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഡ്വൈസ് LLP ഓൺ ദ അപ്പോയിൻമെന്റ് ഓഫ് മിസ്റ്റർ ജോൺ ആൻഡ് മിസ്റ്റർ കേറ്റ്. ഈ 4 പേര് LLP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. പക്ഷേ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിൽ ഒരാൾ എന്തായാലും റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം എന്ന് ക്ലിയർ ആയിട്ട് സെക്ഷൻ 7 പറയുന്നുണ്ട്. So according to section 7 of the LLP, every LLP shall have at least 2 designated partners. അതിൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഒരാൾ മാൻഡേറ്ററി ആയിട്ട് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഈ പറയുന്ന കേസിൽ മനുവും ജോണും ഇന്ത്യയിലുള്ള മനുവും റോമും ഇന്ത്യയിലുള്ള ആളാണ്, ജോണും കേറ്റും പുറത്തുള്ള ആളാണ്. സോ മനു ജോൺ LLP intends to appoint ജോൺ ആൻഡ് കേറ്റ്, 2 NRIസിനെ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കൂല. ദിസ് ഇസ് നോട്ട് ഇൻ കൺസണൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് LLP as at least one of the designated partners should be a resident in India. 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഉണ്ടായിരിക്കണം, 2 പേരും ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഇൻഡിവിജ്വൽ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് 2 പേരും ഉണ്ട്. പക്ഷേ അതിൽ ഒരാളെങ്കിലും മിനിമം റെസിഡൻറ്റ് ഇന്ത്യ ആയിരിക്കണം. മനു റോമു ഇതിൽ ആരെങ്കിലും ഒരാൾ പ്ലസ് ജോൺ ആണേ കുഴപ്പമില്ല. അല്ലെ മനു റോമു പ്ലസ് മനു ആൻഡ് റോമുൽ ആരെങ്കിലും ഒരാൾ പ്ലസ് കേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് 2 പേരും NRIs which is not permitted by section 7. So 1 NRI and 1 resident is permitted. 2 NRIs അല്ലെ 2 residents ആവുക. If you want to appoint 1 NRI also as your designated partner, no issues. Make sure the other person is a resident in India. അപ്പോൾ മനു റോമു ലാൽ ഒരാളും കൂടെ വരണമായിരുന്നു, either with John or Kate. അത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ഇൻ കൺസണൻസ് വിത്ത് സെക്ഷൻ 7. സെക്ഷൻ 7ൻ്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യാണ്. സോ മനു ജോൺ ആൻഡ് കേറ്റിനെ DP ആക്കി വെച്ചിട്ട് അവർക്ക് LLP സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. യു ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, യുവർ അഡ്വൈസ് ടു ടെൽ ദാറ്റ് ടു മനു ആൻഡ് ജോൺ LLP. അവരോട് ഇതാണ് അഡ്വൈസ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. അത് യു ക്യാൻ എലാബറേറ്റ് ആൻഡ് റൈറ്റ്. Mr. ZS is unwell and would like to have a kidney transplant done in the USA. He would like to know the formalities required and the amount that can be drawn as foreign exchange for the medical treatment abroad. Advice as per the provisions of FEMA. അപ്പോൾ ZS unwell ആണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ US-ലോട്ട് പോകണം. എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തുമാത്രം എമൗണ്ട് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഡ്രോ ചെയ്തിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് US-ലോട്ട് കൊണ്ടുപോകാം. ഇതാണ് നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ടത്. സെക്ഷൻ 5 ആണ്. Any person may sell or draw foreign exchange to or from an authorized person. നിങ്ങൾക്ക് ഒരു ഓതറൈസ്ഡ് പേഴ്സണിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. If such a sale or drawal is a current account transaction, provided that the central government may in public interest and in consultation with RBI impose such reasonable restriction for current account transaction. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓതറൈസ്ഡ് പേഴ്സണിൽ നിന്ന് പൈസ ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോയും ചെയ്യാം, സെല്ലും ചെയ്യാം, കുഴപ്പമില്ല. സെൻട്രൽ ഗവൺമെൻറ്റും RBIയും കൂടെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ. അപ്പം എന്തൊക്കെ റൂളാണ് വെച്ചേക്കുന്നത്? ഡ്രോവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ കാറ്റഗറൈസ് ഉണ്ട്. 3 ഹെഡിങ്. പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ മാത്രം വേണ്ട ട്രാൻസാക്ഷൻസ് ഉണ്ട്, RBIയുടെ അപ്രൂവലും കൂടെ വേണ്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ പ്രൊഹിബിറ്റഡ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ മാത്രം ഉള്ളതുണ്ട്, പിന്നെ RBIയുടെ അപ്രൂവൽ വേണ്ട ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ റെമിറ്റൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അബ്രോഡ് റിക്വയർസ് പ്രയർ പെർമിഷൻ ഓർ അപ്രൂവൽ ഓഫ് RBI where the individuals are required withdrawal of foreign exchange exceeding $250,000. 250,000-നേക്കാളും എക്സീഡ് ചെയ്തിട്ട് ഇന്ത്യയുടെ പുറത്ത് പോയി ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണ്, കുഴപ്പമൊന്നുമില്ല. നീ RBIയുടെ അപ്രൂവൽ എടുത്തിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തോളൂ. ദിസ് ഷെഡ്യൂൾ ഓൾസോ പ്രിസ്ക്രൈബ്സ് ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ദ ഇൻഡിവിജ്വൽ മേ അവെയിൽ എക്സ്ചേഞ്ച് ഫെസിലിറ്റി ഫോർ എൻ എമൗണ്ട് ഇൻ എക്സസ് of the limit prescribed under LRS if so required by a medical institute. നീ LRS സ്കീമിൻ്റെ അടിയിൽ നിനക്ക് ഇതിനേക്കാളും അഡീഷണൽ എക്സ്പെൻസ് വരുവാണെന്നുണ്ടെങ്കിൽ, മോളി പറഞ്ഞ ലിമിറ്റിനേക്കാളും എക്സീഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോവാം. സോ മിസ്റ്റർ ZS ക്യാൻ ഡ്രോ ഫോറിൻ എക്സ്ചേഞ്ച് അപ് ടു $250,000 without no prior approval of RBI. For amount exceeding the above limit, authorized dealer may release foreign exchange based on the estimate from the doctor in India or hospital or doctor abroad. കൂടുതൽ പൈസ വിഡ്രോ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല. LRS സ്കീമിൻ്റെ അടിയിൽ പ്രൊവൈഡഡ് ഇവിടുത്തെ ഡോക്ടറിൻ്റെ അപ്രൂവലോ അവിടുത്തെ ഡോക്ടറിൻ്റെ അപ്രൂവലോ ഹോസ്പിറ്റലിൽ അപ്രൂവലോ ഉണ്ടെങ്കിൽ നിനക്ക് വിത്തൗട്ട് മറ്റേ എക്സസ് $250,000 എക്സസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും വിത്തൗട്ട് അപ്രൂവലായിട്ട് നിനക്ക് കൊണ്ടുപോകാം, പ്രശ്നമില്ല. ഇനിയും അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് 250,000 വരെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറെ നിനക്ക് അപ്രൂവൽസ് ഒന്നും അവിടുന്നും പറയുന്നില്ല, ഇവിടുന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്നും പറയുന്നില്ലെങ്കിൽ അപ് ടു $250,000 RBIയുടെ അപ്രൂവൽ ഇല്ലാതെ പോകും. അത് എക്സീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടേക്ക് ദ അപ്രൂവൽ ആൻഡ് ഗോ. നിനക്ക് അത് എക്സീഡ് ചെയ്യുവാണ്, ബട്ട് യു ഹാവ് എൻ അപ്രൂവൽ ഓഫ് ദ ഡോക്ടർ ഫ്രം ഇന്ത്യ ഓർ അബ്രോഡ് ഓർ ഹോസ്പിറ്റൽ, നോ പ്രോബ്ലം. യു ക്യാൻ വിഡ്രോ മോർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഒരു കുഴപ്പവും ഇല്ല. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ഇതൊരു കേസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഗുഡ്
ക്വസ്റ്റ്യൻ ലൈക്ക് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത്. പ്രോബ്ലി യു ക്യാൻ റീഡ് ദിസ് ക്വസ്റ്റ്യൻ ബിഫോർ ദി എക്സാം. State the persons responsible for complying with the provisions regarding the maintenance of books of a company, support with the help of provisions of Companies Act 2013. എളുപ്പമുള്ള ക്വസ്റ്റൻ ലേടാ. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആരൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇത് കമ്പൽസറി ക്വസ്റ്റൻ ആയിട്ട് കേസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. Can mark this question as important. കാരണം ഇതൊരു കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ട് കമ്പൽസറി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്കോർഡിംഗ് ടു സെക്ഷൻ 128 സബ്സെക്ഷൻ 6 മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? MD, WTD, CFO or any other person authorized by the board. So managing director, whole time director, CFO or any other person authorized by the board ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതൊരു കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കാറ്, ഡയറക്റ്റ് ക്വസ്റ്റൻ അല്ല. 5 മാർക്കിന് തന്നെയാണ് ചോദിക്കാറ്. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഫ്രം അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. ഇറ്റ്സ് എ ഹയസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റർ ഓൾസോ. ഒരു ഹയസ്റ്റ് വെയിറ്റേജ് ചാപ്റ്ററും കൂടെയാണ്. Advice as per the provisions of Companies Act 2013 whether the following can be appointed as a debenture trustee. താഴെ പറയുന്ന ആൾക്കാരെ ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റൂ. ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി ഹു ഹാസ് ഷെയർസ് ഓഫ് 10,000, എ ക്രെഡിറ്റർ ഹും ദ കമ്പനി ഓസ് 999 only. അപ്പോൾ സെക്ഷൻ 71 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റോ ഷെയർ ഹോൾഡിംഗ് ഉള്ള ആളെ നിങ്ങൾക്ക് ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. 1 രൂപയെങ്കിലും നിങ്ങൾ ഇൻഡെറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡയറക്ട്ലി മനസ്സിലാവും, നോ കമ്പനി ഷാൽ ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. No company shall issue a prospectus or make any offer or invitation to the public or its members exceeding 500 for the subscription of its debentures unless a company has appointed a debenture trustee. നിങ്ങളൊരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണ് ഫോർ മോർ ദെൻ 500 persons ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ ട്രസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഡിബെഞ്ചർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് റൂളിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, താഴെ പറയുന്ന ആൾക്കാർക്ക് ഡിബെഞ്ചർ ട്രസ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. എന്താണ് പറയുന്നത്? ബെനിഫിഷ്യലി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പൈസ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റി ആവാൻ വേണ്ടി പറ്റില്ല. ഗ്യാരണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആപ്ലിക്കബിൾ 2 മാത്രം എഴുതിയാൽ മതി. ഷെയർ ഹോൾഡർ 10,000 വർത്തായിട്ടുള്ള ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, 999 എന്ന് പറയുന്നുണ്ട്. ഈ 2 പേരും എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല? ഡിബെഞ്ചർ ട്രസ്റ്റി. ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും 1 രൂപയ്ക്കെങ്കിലും ഇൻഡെറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യരുത്. നിങ്ങളല്ലാതെ വേറെ ആരെ വേണമെങ്കിലും ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. സോ മോർ ദെൻ 500 ആൾക്കാർക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഡിബെഞ്ചർ ട്രസ്റ്റി മാൻഡേറ്ററി ആണ്. പക്ഷേ ഡിബെഞ്ചർ ട്രസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവിടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാവാൻ പാടില്ല, ഷെയർ ഹോൾഡിംഗ് പാടില്ല, ഒരു തരത്തിലുള്ള ഇൻഡെറ്റഡ്നെസ് ആകാൻ പാടില്ല, ഗ്യാരണ്ടി നിന്നിട്ടുള്ള ആളാകാൻ പാടില്ല. പക്ഷേ ഇവിടെ 2 വന്നു ഓൾറെഡി. ഷെയർ ഹോൾഡിംഗ് 10,000 ഉണ്ട്, ഇൻഡെറ്റഡ് 999 ഉണ്ട്. സോ കനോട്ട് ബി അപ്പോയിൻറ്റഡ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡിബെഞ്ചർ ട്രസ്റ്റി, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡെപ്പോസിറ്റ് ട്രസ്റ്റി, 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഡെപ്പോസിറ്റ് ട്രസ്റ്റി, ഡിബെഞ്ചർ ട്രസ്റ്റി, ഓഡിറ്റർ, 3ൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോണേ. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ലാസ്റ്റ് ആണ്, ലിസ്റ്റ് എനി 7 പെർമിസിബിൾ ക്ലാസസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഐ തിങ്ക് Jan 2025 or May 2025 they were asked. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് 7 ലിസ്റ്റ് പെർമിസിബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 എഴുതിച്ച് തിയറി ക്വസ്റ്റൻ ഐം നോട്ട് ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ. ഇത് ഇഷ്ടമുള്ള 7 എഴുതാം. ഇവർ കുറേ എഴുതിയിട്ടുണ്ട് പെർമിസിബിൾ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇതുപോലെ തന്നെയാണ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസും ചോദിക്കാറ്. പക്ഷെ കൂടുതലും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റൻസ് കണ്ടേക്കുന്നത്. ഇവർ കുറേ എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എ PRI ഇൻ ഫോറിൻ സെക്യൂരിറ്റി, ഫോറിൻ കറൻസി ലോൺ റേസ്ഡ് ഇൻ ഇന്ത്യ, ബൈ എ PRI. അപ്പോൾ എന്തൊക്കെയാണ് ഒരു പെർമിസിബിൾ ട്രാൻസാക്ഷൻ, ഒരു PRIക്ക് എന്തൊക്കെ പെർമിസിബിൾ ആണ്, ഒരു PROയ്ക്ക് എന്തൊക്കെ പെർമിസിബിൾ ആണ് എന്നൊക്കെ ഉള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പൊതുവേ കാണുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്, കറണ്ട് അക്കൗണ്ടിൽ കാണാറില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 7 പഠിക്കുക. എപ്പോഴും 7 ആണ് എപ്പോഴും നമ്പർ. 5, 7, 4 അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. ഫെമിക്കകത്ത് പൊതുവെ 5 or 7 എന്നുള്ള രീതിയിലാണ് ഡയറക്റ്റ് വരുവാണ് ചോദിക്കാറ്. ഡയറക്റ്റ് ചോദിക്കുന്നുമുണ്ട് ഫെമിക്കകത്ത്. സോ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എനി 7. ഓക്കെ,
So we are taking a very small break before we start with the multiple choice, and then we'll restart with the multiple choice. നമ്മൾ ഇത്രയാണ് അവർ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ ചോദിച്ചേക്കണേ. We will restart by 4:55 ആകുമ്പം we'll restart with the multiple choice part.
Hello. So we'll restart the session for multiple choice. So like I usually say, we'll restart with the question first and then we'll go ahead with the kada case. Neil, a sales executive at Novacrest Pharma Limited working directly under Mr. Dinesh, Vice President, wants to take a loan from the company to purchase its equity shares. ഇതൊരു പബ്ലിക് കമ്പനിയുടെ ഒരു എംപ്ലോയി ആണ്. പുള്ളിക്കാരൻ ആ കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുവാണ് ആ കമ്പനിയുടെ തന്നെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ. സോ സംതിങ് റിലേറ്റഡ് ടു 67. ഓക്കെ. From the case section area, from the case scenario, it is evident that with a view to start his own film production company, Rishabh, earlier named Rishabh, incorporated a one-person company by the name Rishabh Framecraft Private Limited in July 2023. As regards the manner in which company's name outside India is company's name outside his registered office in Mumbai shall be displayed, you are required to indicate the correct option from the stated below. അപ്പോൾ ഒരു ഒ പി സി സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ് കമ്പനിയുടെ പുറത്ത് ആ ഒ പി സിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ദാറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, assume that Mrs. Meera withdraw her consent to act as a nominee and gave notice on 8th July. Within what maximum time must Rishabh nominate another person as a new nominee? നോമിനി ആളുടെ കൺസെൻറ്റ് വിഡ്രോ ചെയ്തു, പുതിയ നോമിനീനെ എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, പുതിയ നോമിനി അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. Suppose Rishabh nominates Mr. Karan as new nominee on 20th July 2024. By what date the company shall file the notice with the ROC for the change with the registrar? പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്തു, അയാളുടെ പേര് കരൺ എന്നാണ്. 20th ജൂലൈക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത്. എത്ര ദിവസത്തിനുള്ളിലാണ് ROCക്ക് ഇൻറ്റിമേഷൻ പോകേണ്ടത്? നമ്പർ ഓഫ് ഡേയ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ലോൺ എടുക്കുന്നു, ഒ പി സിയുടെ പേരിൻ്റെ മറ്റേ ഡിസ്പ്ലേ ചെയ്യാത്ത എങ്ങനെയാണ് പേര് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, നോമിനിയുടെ പേര് മാറ്റുന്ന കാര്യം, എന്നിട്ട് പുതിയ പേര് എത്ര ദിവസത്തിൽ സജസ്റ്റ് ചെയ്യണം, ROC തന്നെ എത്ര ദിവസത്തിൽ അറിയിക്കണം, ഈ 4 ക്വസ്റ്റ്യനാണ് വന്നേക്കണേ. സോ ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. കാരണം വേണ്ടിയും വേണ്ടാത്ത കുറേ ഇൻഫർമേഷൻസ് തരുവിനകത്ത്. Rishabh, a resident of Indore with a strong interest in film direction and production, decided to build his own venture in the entertainment field. After completing his specialized training in 2019 and gaining experience as a freelancer, he incorporated a film production company named Rishabh Framecraft Private Limited in July 2023 with its registered office in Mumbai. So OPC incorporate ചെയ്തു, മുംബൈയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. Rishabh was a sole subscriber to the MOA with his mother Mrs. Meera as nominee. മീരയാണ് നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന മദറാണ്. The company had 3 directors, Rishabh himself, brother Rivan and his sister Kritika. Authorized capital, memorandum, paid up share capital ഒക്കെ ഇത്രയാണ്, ഇത് ആവശ്യമില്ല. Rishabh's father, Mr. Dinesh, served as a vice president at Novacrest Pharma Limited, a listed pharmaceutical company. His work demanded frequent international travel. Rishabhന്റെ ഫാദറാണ് മിസ്റ്റർ ദിനേഷ്, വൈസ് പ്രസിഡന്റ് മാർക്കറ്റിംഗ് ആണ് Novacrest Pharma Limitedൽ. He traveled extensively across Europe for 1st June 2023 till 31st March 2024. He was also planning to migrate to Manchester, UK after her superannuation, which was 2 years away. Rishabh's mother, Mrs. Meera, was a science teacher in a reputed public school in Indore and an active social worker. With support of his 2 co-directors, Rishabh steadily expanded the operations of Rishabh Framecraft Private Limited into radio, television, fashion, films, music videos, etc. July 2024, unexpected development occurred when Mrs. Meera expressed a desire to withdraw her consent as nominee due to serious medical condition, required specialized treatment. Situation required Rishabh to consider appointment of a new nominee. After careful thought, he approached his father, Mr. Dinesh, requesting him to take up the role of Mr. Dinesh. Agreed to consider positively, but cautioned that appointment must not result in any legal complication. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന കാര്യം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1st June 2023 തൊട്ടിട്ട് 31st March 2024, പിന്നെ UK കംപ്ലീറ്റ്ലി മൈഗ്രേറ്റ് ചെയ്യാനാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം, ഫാദറിൻ്റെ താല്പര്യം. Around this time, Mr. Aravind Yatral, a renowned numerologist for over a decade, approached Rishabh to produce short films for his company Aravind Numerics Private Limited OPC. During their discussion, he suggested that Rishabh add the letters H and V to his name for better professional growth. Rishabh accepted the advice and after completing the necessary formalities, changed his name to ഋഷഭ്. അപ്പോൾ ന്യൂമറോളജിസ്റ്റ് പറഞ്ഞു, നീ നിൻ്റെ പേരിൻ്റെ കൂടെ ഈ H and V എന്ന് പറയുന്ന 2 അഡീഷണൽ വേർഡ്സും കൂടെ ആഡ് ചെയ്യണം, ആൽഫബറ്റ്സ് കൂടെ ആഡ് ചെയ്യണം. On the basis of above facts and applying applicable provisions of Companies Act, answer the following questions. 1 out of following. Okay. In July 2024, an unexpected development occurred when Mrs. Meera expressed either pinning kada repeat ചെയ്തേക്കാണ്. This story is repeated. So question അത് മോളി പറഞ്ഞ നമ്മുടെ സെയിം കഥയാണ്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു.
Neil, a sales executive at Novacris Pharma Limited, working directly under Mr. Dinesh, Vice President, wants to take a loan from the company to purchase its own equity shares. So, നമ്മുടെ Novacris Pharma Limited എന്ന് പറയുന്നത് നമ്മുടെ ഋഷവിൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവിടുത്തെ ആ കമ്പനിയുടെ ഒരു എംപ്ലോയിക്ക് ആ കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കണം. കമ്പനിയുടെ ഓൺ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുക്കേണ്ടത്. So choose a correct option. Neil is an employee of Novacris Pharma Limited, is not permitted to avail loan for purchasing its own equity shares. Neil is permitted to take a loan but only up to 3 months salary. Neil is permitted to take a loan up to 6 months salary. അതായത് എംപ്ലോയിക്ക് സ്വന്തം കമ്പനിയുടെ അടുത്തു നിന്ന് സ്വന്തം ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി പറ്റും. അവൻ്റെ 6 months സാലറിയേക്കാളും കൂടാൻ പാടില്ല. കമ്പനി എംപ്ലോയിക്ക് ലോൺ കൊടുക്കാൻ നേരത്ത് അവൻ്റെ 6 months സാലറിയേക്കാളും കൂടരുത്. ഫോർ എക്സാമ്പിൾ 10,000 ആണ് അവൻ്റെ പെർ മന്ത് സാലറി. 10,000 ഇൻറ്റു 6 60,000 വരെ കമ്പനിക്ക് ലോൺ കൊടുക്കാൻ പറ്റും. അതിന് എക്സീഡ് ചെയ്ത് കമ്പനിക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. ബേസിക്കലി ഇങ്ങനെ ലോൺ കൊടുക്കരുത് ഫോർ പർച്ചേസിങ് ഇറ്റ്സ് ഓൺ ഷെയർസ് എന്നൊക്കെ പറഞ്ഞ് 67 സബ്സെക്ഷൻ 2-നകത്താണ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ അപ് ടു 6 months സാലറി വരെ ലോൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ഓപ്ഷൻ നമ്പർ സി ഇസ് എ കറക്റ്റ് ആൻസർ. 67 subsection 2. If you remember the section number, it is section 67. രണ്ട് കമ്പനിയാണ്. ഇതിപ്പോൾ ദിനേശ് പുള്ളിക്കാരൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഈ നോവാക്രസ് ഫാർമ ലിമിറ്റഡ്. ക്വസ്റ്റിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. From the case scenario, it is evident that with a view to start his own film production company, Rishabh, earlier named as Rishabh, incorporated a 1% company by adding the word. ഒരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ H and V ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പേര് മാറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ. As regards a manner in which a company's name outside its registered office in Mumbai shall be displayed, you are required to indicate the correct option from the given option. Rishabh Frame Craft Limited, 1% company. Rishabh Frame Craft Private Limited, 1% company. Rishabh Framecraft 1% company private limited. Rishabh Framecraft private limited 1% company. It's option number B. നല്ല ക്വസ്റ്റൻ കേട്ടോ. Rishabh Framecraft private limited 1% company. ബ്രാക്കറ്റിലാണ് OPC എന്ന് കൊടുക്കുക. സോ ഓപ്ഷൻ നമ്പർ ബി. നമുക്കിത് എപ്പോഴും ഡൗട്ട് വരും. ജസ്റ്റ് OPC എന്ന് മാത്രം കൊടുത്താൽ മതിയോ? പോരാ. എടാ ഇത് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ പബ്ലിക് കമ്പനി. OPC എന്ന് എഴുതിയിട്ടല്ല പ്രൈവറ്റ് എന്ന് എഴുതേണ്ടത്. ഓക്കെ. സോ ഇറ്റ്സ് Rishabh Framecraft Private Limited 1% company. ബ്രാക്കറ്റിൽ യു വിൽ റൈറ്റ് ഇറ്റ് ആസ് 1% company. നല്ല ക്വസ്റ്റനാണ്. ഈ ക്വസ്റ്റനൊക്കെ ഒന്ന് എക്സാമിന് മുന്നേ വായിക്കുന്നത് നല്ലതായിരിക്കും. ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് അതാ ഞാൻ പറഞ്ഞത്, ഇത്തവണത്തെ MTP MCQ is actually nice. Assume that Mrs. Meera withdraw her consent to act as a nominee and gave notice on 8th July. അമ്മയാണ് മീര. കുറച്ച് മെഡിക്കൽ റീസൺസ് കാരണമാണ് വിഡ്രോ ചെയ്യുന്നത്. വിത്തിൻ വാട്ട് മാക്സിമം ടൈം മസ്റ്റ് ഋഷഭ് നോമിനേറ്റ് അനദർ പേഴ്സൺ ആസ് എ ന്യൂ നോമിനി. എത്ര ദിവസത്തിനുള്ളിലാണ് ചെയ്യേണ്ടത്? വിത്തിൻ എ പീരീഡ് 15 days ആണ്. 15 ദിവസത്തിനുള്ളിലാണ് ചെയ്യേണ്ടത്. സോ 5 ഇവിടെ പല ഡേയ്സും പറയുന്നുണ്ട്. 5, 15, 20, 30. ഇറ്റ്സ് 15 ഡേയ്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. സോ ദ ഓപ്ഷൻ ഇസ് ബി. 15 ഡേയ്സിനുള്ളിലാണ് ചെയ്യേണ്ടത്. നോമിനിയുടെ പേര് മാറ്റിക്കോ. മദറിന് മെഡിക്കൽ റീസൺ കൊണ്ടല്ലേ, മാറ്റിക്കോളൂ. 15 ഡേയ്സിനുള്ളിൽ പുതിയ ആളുടെ പേര് കൊടുക്കുക. Suppose Rishabh nominate Mr. Karan as a new nominee on 20th July 2024. By what date the company shall file the notice with the ROC of such change with the ROC. അപ്പോൾ ഇവിടെ 20th July ആണ്. സോ 30 days ആണ്. സോ ടെക്നിക്കലി 19th August വരും. 19th August 30 days ആണ്. ROCനെ അറിയിക്കേണ്ടത് വിതിൻ എ പീരീഡ് ഓഫ് 30 days ആണ്. ജൂലൈയിൽ 31 ദിവസമുണ്ട്. 19th August അയക്കേണ്ടത്. നമ്പർ ഓഫ് ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പർ ഓഫ് ഡേയ്സ് തെറ്റിക്കരുത്. സോ നിങ്ങൾ നോമിനിയുടെ പേര് മാറ്റിക്കോളൂ. പുതിയ നോമിനിയുടെ പേര് 15 ദിവസത്തിനുള്ളിൽ സജസ്റ്റ് ചെയ്യുക. ROCനെ അറിയിക്കേണ്ടത് 30 ഡേയ്സിനുള്ളിൽ. ആ പറയുന്ന മാസത്തിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. ജൂലൈയിൽ 31 days ആണ്. സോ 19th August ഇസ് ദ കറക്റ്റ് ഡേറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. Again, we'll read the question. Given that Arjun retired and Purple Limited continued with only Meera and Yellow Industries Limited, Limited, what should Purple Limited have done within 6 months to comply with the LLP? So Arjun retire ചെയ്തു. Meera and Yellow Industries Limited ഇട്ട് മാത്രം കണ്ടിന്യൂ ചെയ്തു. 2 പേരായിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്തു. What is the option available within 6 months? Okay. According to the LLP Act, choose a correct statement. Who must be a resident in India among the designated partners? Designated partnersൻ്റെ ഇടയ്ക്ക് ആരായിരിക്കണം റെസിഡൻ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത്?
In the given case scenario, suppose Yellow Industries Limited also leaves LLP and LLP continues business for more than 6 months. LLP-ക്കകത്തുനിന്ന് യെല്ലോ ലിമിറ്റഡും ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. മോർ ദൻ 6 months ബിസിനസ് ക്യാരി ഓൺ ചെയ്യുവാണെങ്കിൽ ഹൂ ബിക്കംസ് പേഴ്സണലി ലയബിൾ? ആരാണ് പേഴ്സണലി ലയബിൾ ആകാൻ വേണ്ടി പോകുന്നത്? സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. Purple LLP is a limited liability partnership engaged in the business of eco-friendly product manufacturing. The LLP was initially established with 3 partners, Mira, Arjun and Yellow Industries Limited. Purple LLP ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്തു. 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നത്. ആ കോർപ്പറേറ്റ് എൻറ്റിറ്റി മീറ ആൻഡ് അർജുൻ ആർ ദ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. മീറയും അർജുനുമാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. വിത്ത് മീറ ബീങ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, യെല്ലോ ഇൻഡസ്ട്രീസ് has appointed രാഹുൽ an individual as its nominee to act on the behalf. യെല്ലോ ഇൻഡസ്ട്രീസിൻ്റെ നോമിനി DP ആവുമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സെക്ഷൻ 7-നകത്ത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് 2 ഇൻഡിവിജ്വൽസ് ആയിരിക്കണം, മിനിമം ഒരാൾ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആയിരിക്കണം. മീര ആൻഡ് അർജുൻ ആണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. മീര റെസിഡൻ്റ് ആണ്. യെല്ലോ ഇൻഡസ്ട്രീസ് അപ്പോയിൻറ്റ് ചെയ്തു രാഹുലിനെ നോമിനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് അർജുൻ ഡിസൈഡ്സ് ടു റിട്ടയർ. അർജുൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി റിട്ടയർ ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു, ലീവിങ് മീറ ആൻഡ് യെല്ലോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആസ് എ റിമൈനിങ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ 2 പാർട്ട്നേഴ്സേ ഉള്ളൂ, മീറയുണ്ട് യെല്ലോയും ഉണ്ട്. ഡ്യൂ ടു സം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർസൈറ്റ് പർപ്പിൾ LLP കണ്ടിന്യൂസ് ഇറ്റ്സ് ഓപ്പറേഷൻ വിത്തൗട്ട് അപ്പോയിൻറ്റിംഗ് എ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണറിനെ അപ്പോയിൻറ്റ് ചെയ്തില്ല, 2 പാർട്ട്നേഴ്സ് മതിയല്ലോ. ദിസ് സിറ്റുവേഷൻ പേഴ്സസ് ഫോർ 7 months വിത്ത് മീറ ബീങ് അവെയർ ഓഫ് ദ റെഡ്യൂസ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ഇത് 7 മാസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഡ്യൂറിംഗ് ദിസ് പീരീഡ് പർപ്പിൾ LLP enters into several contracts, incurs significant financial obligation. ഈ 7 മാസത്തിനിടയ്ക്ക് കുറേ കോൺട്രാക്റ്റിനകത്തോട്ട് ഏർപ്പെടുന്നു, കുറേ ഓബ്ലിഗേഷൻസ് ഒക്കെ വരികയും ചെയ്യുവാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് ഫാക്ട്സ് ആൻഡ് ആപ്ലിക്കബിൾ റൂൾസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അർജുൻ എന്ന് പറയുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി. ഇപ്പോൾ മീറയും യെല്ലോയും മാത്രമേ ഉള്ളൂ. യെല്ലോ ഓൾറെഡി നോമിനിയുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാഹുൽ എന്ന് പറയുന്ന ആളാണ് നോമിനി. ഗിവൺ ദാറ്റ് അർജുൻ റിട്ടയർഡ് ആൻഡ് പർപ്പിൾ LLP continued with only Mira and Yellow Industries Limited, what should Purple LLP have done within 6 months to comply with the LLP Act? LLP Act ആയിട്ട് കംപ്ലൈ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? Dissolve the LLP, no. Continue operating only with 1 designated partner, no. Appoint at least 1 body corporate which should be a foreign company, no. Appoint at least 1 more partner who should also be a designated partner, as every LLP should have at least 2 designated partner. Correct. അർജുൻ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ രാഹുൽ എന്ന് പറയുന്ന ആൾ, അതായത് യെല്ലോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് രാഹുലാണ് നോമിനി എന്ന് പറയുന്നുണ്ട്. രാഹുലിനെ എന്താക്കിയാൽ മതി? DP ആക്കിയാൽ മതി. സോ മീറ ആൻഡ് രാഹുൽ ക്യാൻ കണ്ടിന്യൂ ആസ് എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. സോ ഓപ്ഷൻ നമ്പർ D ഇസ് എ കറക്റ്റ് ആൻസർ. D. നിങ്ങൾക്ക് എപ്പോഴും 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഉണ്ടായിരിക്കണം. ആ 2 പേര് ഇൻഡിവിജ്വൽ ആയിരിക്കണം. വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പറയുന്നില്ല. യെല്ലോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയ്തിട്ടുണ്ട്, രാഹുൽ നോമിനിയാണെന്നും പറയുന്നുണ്ട്. പുള്ളിക്കാരനെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഓപ്ഷൻ D ഈസ് ദ ആൻസർ. According to the LLP Act 2008, choose a correct statement in relation to whom must be a resident in India among the designated partners. At least 1 individual designated shall be a resident. All designated partner mandatory for all corporate partners. At least, okay, first one, option number A. At least 1 individual designated partner should be a resident in India. ഒരാളെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം സെക്ഷൻ 7 ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. പോയിന്റ് നമ്പർ A is the correct answer. 7th one, in the given scenario, suppose Yellow Industries Limited also leaves the LLP. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, മീറ മാത്രമേ ഉള്ളൂ, and the LLP continues a business for more than 6 months with only 1 partner who is personally liable for the obligation. Definitely Mira will be held liable. പുള്ളിക്കാരിക്ക് അറിയാമല്ലോ 6 monthsiനുള്ളിൽ നീ വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ലോ പറയുന്നുണ്ട്. 6 monthsiനുള്ളിൽ നിനക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ഒബ്ലിഗേഷൻ വന്നാലും റിമൈനിങ് പാർട്ട്ണർ ആരാണോ അവൾ പേഴ്സണലി ലയബിളോ. സോ മീറയാണ് ഇപ്പോൾ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്. യെല്ലോയും പോയി, അർജുനും പോയി. അപ്പോൾ മീറ വിൽ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. ഈസി ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? എല്ലാം നല്ല MCQs ആണ്. വെറുതെ ഒരു പേരിനിട്ട ടൈപ്പ് ഓഫ് MCQs അല്ല. എല്ലായിടത്തുനിന്നും എവിടെയെങ്കിലുമൊക്കെ അവർ ടച്ച് ചെയ്ത് തന്നെയാണ് വന്നേക്കണം. ദാറ്റ്സ് വൈ സെഡ് ദ MCQs ഫോർ ദ MTP ഇസ് റിയലി ഗുഡ്. വെൻ ഡസ് എ പീരിയഡ് ഫോർ സബ്മിറ്റിംഗ് ദ റിപ്പോർട്ട് എക്സ്പയർ? എന്തോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണുള്ള ചോദ്യം. ഹൗ ഷുഡ് ദ 10 kilometer ഡിസ്റ്റൻസ് ബി മെഷേർഡ്? ജനറൽ ക്ലോസിനകത്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. വെദർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എ പവർ ടു മോഡിഫൈ ദ ടെന്യൂർ അൺടിൽ ഫർദർ നോട്ടീസ്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ജനറൽ ക്ലോസ് ആക്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ,
The Government of India, by an order dated 19th August 2025, appointed a commission of inquiry to investigate alleged environmental violations in the state of Maharashtra. State of Maharashtra എന്തൊക്കെ allegations നടക്കുന്നു അതൊക്കെ അന്വേഷിക്കുകയാണ്. The notification was published in the official gazette on 24th August 2025, and the commission was required to submit its report within 90 days from the date of notification. So, Government of India order പാസ്സാക്കി 19th August 2025 ആണ് ഓർഡർ പാസ്സാക്കിയേക്കുന്നത്. അപ്പോയിൻറ്റഡ് ഒരു കമ്മീഷനെയാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. ഇൻക്വയറിക്ക് അപ്പോയിൻറ്റ് ചെയ്തു. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് ഒഫീഷ്യൽ ഗസറ്റിലാണ് 24th August 2025. Commission was required to submit its report within 90 days. 90 ഡേയ്സിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. Subsequently, a dispute arose regarding the territorial jurisdiction of the commission. Notification stated that investigation would cover all environmental violation occurring within a 10-kilometer radius of Godavari River. Godavari Riverന്റെ ആ 10-kilometer radiusന്റെ അകത്ത് വരുന്ന രീതിയിലുള്ള environmental violations ആണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. Several industries challenged this, arguing that the 10-kilometer distance should be measured along the road distance rather than a straight line. Straight line ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, റോഡ് ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെന്നാണ് കുറേ ആൾക്കാർ പറയുന്നത്. Another issue arose regarding the service of notice to industries suspected of violation. Commission sent notices through registered post, and some industries contended that notice had not been effectively served. Registered post വഴി അയച്ചു. അപ്പോൾ അവർ പറയുകയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ടീസ് സെർവ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. The commission's tenure was to expire on 17th November 2025. അവർ അപ്പോയിന്റ് ചെയ്ത പീരീഡ് തീരുവാണ് ആ കമ്മീഷൻ്റെ. However, before that date, central government issued an order extending the tenure until further notice. Central government ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ട് പറഞ്ഞു until further notice. A public interest litigation was filed in the Bombay High Court challenging the legality of this open-ended extension. ഒരു PIL ഫയൽ ചെയ്തു. Additionally, the government had appointed Mr. Arvind Rao as a chairman of the commission. Mr. Rao resigned on 25th September 2025 due to health reason. Additionally, government അരവിന്ദ് റാവു എന്ന് പറഞ്ഞ ഒരാൾ അപ്പോയിന്റ് ചെയ്തിരുന്നു, പക്ഷേ അയാൾ 25th September 2025 ഹെൽത്ത് റീസൺ കാരണം റിസൈൻ ചെയ്തു പോയി. Though an office memorandum dated 30th September 2025, the government appointed Ms. Kavita Mehta as his replacement, and she assumed the charge on 5th October 2025. റിസൈൻ ചെയ്തതിന് ശേഷം 5th October 2025 കവിത എന്ന് പറയുന്ന ഒരാൾ അയാൾ റിസൈൻ ചെയ്ത പൊസിഷനിൽ ജോയിൻ ചെയ്തു. On the basis of the above facts and applying the applicable provision, answer the following question. So, report എത്ര ദിവസത്തിനുള്ളിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. When does the period for submitting the report expire? So, ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർഡർ വഴി പാസ്സാക്കിയത് 19th ഓഗസ്റ്റിനാണ്. നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 24th ഓഗസ്റ്റിനാണ്. സോ 90 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി November ആയിരിക്കണം. 22nd November, വിച്ച് ഇസ് ഈ ഡേറ്റ് തൊട്ട് ഒഫീഷ്യൽ ഗസറ്റ് ഡേറ്റ് തൊട്ട് വേണം കമ്പ്യൂട്ട് ചെയ്യാൻ. ബാക്കി നമ്മൾ മറ്റേ തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്ന 19th ഓഗസ്റ്റ് തെറ്റിക്കാൻ വേണ്ടി തന്നേക്കുന്ന കമ്പ്യൂട്ട് ഫ്രം ഒഫീഷ്യൽ ഗസറ്റ് ഡേറ്റ് 24th ഓഗസ്റ്റ് തൊട്ട് 90 ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 22nd November വരിക, വിച്ച് ഇസ് ഓപ്ഷൻ നമ്പർ ഡി. ഓപ്ഷൻ നമ്പർ ഡി. ഒഫീഷ്യൽ ഗസറ്റിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതാണോ എടുക്കണ്ടേ. How should the 10-kilometer distance be measured as per the General Clause Act? At a straight line. Industries പറയുക സ്ട്രെയിറ്റ് ലൈൻ ആണ്, റോഡ് ഡിസ്റ്റൻസ് ആണെന്ന്. തെറ്റാണ് പറഞ്ഞത്. സ്ട്രെയിറ്റ് ലൈൻ വഴിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ. ഓപ്ഷൻ നമ്പർ ബി ഇസ് എ കറക്റ്റ് വൺ. ഹൊറിസോണ്ടൽ പ്ലെയിൻ. Whether the government of India has a power to modify the tenure until further notice? Yes, because the authority to appoint includes the authority to vary the terms of appointment. Appointment നടത്തിയത് സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ എന്ന് പറയുന്നത്. ആരാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ടും റിമൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ലോ കൊടുക്കുന്നുണ്ട്. സോ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് എക്സ്റ്റൻഷനും ഉണ്ട്. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓപ്ഷൻ നമ്പർ എ. ഓപ്ഷൻ നമ്പർ എ. ക്ലിയർ? ഇനി വരുന്നതെല്ലാം ഇൻഡിപെൻഡൻറ്റ് MCQs ആണ്. എവറിത്തിങ് ഇസ് ഇൻഡിപെൻഡൻറ്റ് MCQ.
RF Industries Limited convened a general meeting, that is EGM, to approve a proposal for shifting the company's registered office from Delhi to Maharashtra, from one state to another state. Registered office മാറ്റാൻ പോവാണ്. The resolution required a special resolution. At the meeting, the following words were recorded. Votes in favor 3,000, votes against 1,200. Invalid abstain votes at 300. The company secretary declared that the resolution had been passed as a special resolution. Based on the above, which of the following correctly states that legal requirement of a special resolution under the Companies Act 2013? The votes in favor must be twice. The votes in favor must be 3 times the votes in against. The votes in favor must not be less than 3/4 of the votes cast against the resolution. The votes in favor must not be less than 2/3 of the votes cast against a resolution. ഇവിടെ the correct answer is B. Option number B. The votes in favor must be 3 times the votes cast against. 3 times ഉണ്ടായിരിക്കണം. So option number B is the correct answer. Devika Construction Limited is due to appoint its statutory auditor at its upcoming AGM. The board shortlists 3 options. Arjun Malhotra, a practicing chartered accountant in the individual capacity. KS Associate LLP, a LLP with 3 partners, all chartered accountants. FinPlus Advisory Private Limited, a company providing financial consultancy service and staffed with qualified professionals. 3 options are തന്നേക്കുന്നത് statutory auditor ആയിട്ട് appoint ചെയ്യാനായിട്ട്. Based on the provisions of Companies Act, which of the following entities may legally be eligible for appointment as a statutory auditor? KS അസോസിയേറ്റ്സിന് എന്തായാലും പറ്റും, അർജുൻ മൽഹോത്രയ്ക്കും പറ്റും. ഫിൻപ്ലസ് അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡിന് പറ്റൂല, ആ കമ്പനി പ്രൊവൈഡിംഗ് ആണ്, നടക്കൂല. പ്രാക്ടീസിങ് ഇൻഡിവിജ്വലിന് പറ്റും, LLPക്ക് പറ്റും. ദിസ് ഇസ് നോട്ട് പോസിബിൾ. സോ ഓപ്ഷൻ നമ്പർ സി. മിസ് ബോത്ത് അർജുൻ മൽഹോത്ര ആൻഡ് KS അസോസിയേറ്റ്, ഇവർ ആരെ വേണമെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അവർ എലിജിബിൾ ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ഒരു കമ്പനി, ഒരു ബോഡി കോർപ്പറേറ്റിന് ഒരിക്കലും ഓഡിറ്റർ ആവാൻ പറ്റൂല. ഫസ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷനാണ്. 141 സബ്സെക്ഷൻ 3 ക്ലോസ് എക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബോഡി കോർപ്പറേറ്റിന് പറ്റൂല എന്ന് പറയുന്നുണ്ട്. സോ only option number 1 and 2. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. The AGM of Green Limited was held on 31/8/2024. Suppose the chairman of the company after 2 days of AGM went abroad for next 31 days due to the unavailability of the chairman within the time specified as required was signed by 2 directors of the company, of which one of the additional director of the company. Same question RTP ക്ക് കിടപ്പുണ്ട്. ചെയർമാൻ സ്ഥലത്തില്ല, പകരം 2 directors ഒപ്പിട്ടു, ഒരാൾ അഡീഷണൽ ഡയറക്ടർ ആണ്. കമൻറ്റ് ഓൺ ദ സൈനിങ് ഓഫ് ദിസ് റിപ്പോർട്ട് ഓഫ് AGM. ഇത് ഇൻ ഓർഡർ ആയിട്ടുള്ളതല്ല, ഇൻ ഓർഡർ അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയോ ഡിയോ ആകാം. നോ ദ സൈനിങ് ഇസ് നോട്ട് ഇൻ ഓർഡർ ആസ് ഓൺലി ചെയർമാൻ ഇസ് ഓതറൈസ്. അല്ല, നോ ദ സൈനിങ് ഇസ് നോട്ട് ഇൻ ഓർഡർ സിൻസ് ഇൻ കേസ് ചെയർമാൻ ഇസ് അൺഎബിൾ ടു സൈൻ, റിപ്പോർട്ട് ഷാൽ ബി സൈൻ ബൈ എനി 2 directors, one of whom shall be a managing director if there is one, and the company secretary of a company. This is a correct answer. Same question RTPക്കകത്ത് കിടപ്പുണ്ട്. സെയിം ക്വസ്റ്റ്യൻ. ചെയർമാൻ സ്ഥലത്തില്ലെങ്കിൽ 2 directors, ഔട്ട് ഓഫ് വിച്ച് one shall be a managing director and a CS. ഇവരാണ് ഒപ്പിടേണ്ടത്. സോ ഇവിടെ ഓപ്ഷൻ നമ്പർ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ RTPക്കകത്ത് ചെയ്താണ്. Mr. Amar want to remit $60,000 to his son in the USA after winning a big lottery. Considering the provisions of FEMA, choose a correct action which Mr. Tonme would take to remit the said amount to his son in the USA. ഒരു ഇവിടുത്തെ റെസിഡൻ്റ് ആണ്, മറ്റേ 60,000 സണ്ണിന് അയച്ചു കൊടുക്കണം. ഒരു വലിയ ലോട്ടറി അടിച്ചു, അപ്പോൾ അതാണ് സണ്ണിന് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ലോട്ടറി അടിച്ച പൈസ നമുക്ക് കൺവേർട്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നോ. cannot remit the said amount as remittance out of lottery winning is prohibited. ലോട്ടറി അടിച്ചിട്ട് ബാക്കി ആ പൈസ നമുക്ക് ഇവിടുന്ന് ഫോറിൻ എക്സ്ചേഞ്ച് ആയിട്ട് കൺവേർട്ട് ചെയ്ത് റെമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓപ്ഷൻ നമ്പർ ബി ഇസ് എ കറക്റ്റ് ആൻസർ. Mr. Rajneet, an Indian resident individual, wishes to obtain foreign exchange for a gift remittance totaling $50,000. Which of the following statement accurately reflects a regulatory requirement under the FEMA 1999? ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്, ഗിഫ്റ്റ് റെമിറ്റ് ചെയ്യാനായിട്ടുണ്ട്. $50,000 ആണ് റെമിറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം. എത്രത്തോളം പറ്റും? ഫ്രീലി റെമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ? യെസ്. ഗിഫ്റ്റ് റെമിറ്റൻസ് അപ് ടു $250,000 പെർമിറ്റഡ് ആണ്. 50,000 മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ദ ഓപ്ഷൻ ഇസ് A. Option is A. Mr. Rajneet can freely remit $50,000 for gift as it is a current account transaction. Amount of gift remittance is below $250,000. So this is basically the MCQ option. Sounds easy, looks easy, but proper provision അറിയാമെങ്കിൽ it might be a little difficult for you. But അങ്ങനെ ഞാനിപ്പം used to provisions ആണ്, but നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ വന്ന സമയത്ത് ഇഫ് യു നോട്ട് വെരി ഫെമിലിയർ വിത്ത് ദ നമ്പർ ഓഫ് ഡേയ്സ്, ഒഫീഷ്യൽ ഗസറ്റ് എടുക്കണോ, മറ്റേ ഡേറ്റ് എടുക്കണോ, 90 ഡേയ്സിന് കമ്പ്യൂട്ടേഷൻ തെറ്റിപ്പോവും.
അപ്പോയിൻറ്റ് ചെയ്ത ആൾക്ക് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതിനകത്തൊക്കെ ഒരു പ്രൊവിഷൻ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ടെങ്കിൽ യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. ഓക്കെ, സോ ഐ വുഡ് പേഴ്സണലി സേ ഗോ ത്രൂ ദ MTPയുടെ this part, particularly the multiple choice part again, so that you have a clarity with respect to all number of days and stuff. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ MCQ ഭയങ്കര ടഫ് ആക്കിയതുകൊണ്ട് ചിലപ്പോൾ ഇത്തവണത്തെ MTP RTP എന്നൊക്കെ മിക്സ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ചോയ്സിലോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവിനകത്തോ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ഈ സെഷൻ പിന്നീടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് യുവർ ഡൗട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ ഐ വിൽ കം ആൻഡ് ക്ലാരിഫൈ ദോസ് ഡൗട്ട്സ്. ഓക്കെ, so prepare well. MTP2 out ആയിട്ടില്ല. As soon as the MTP2 is out, we will be discussing the MTP2 also. Strategic Management MTP 1 and 2 will be discussing. 1 out ആയിട്ടുണ്ടെങ്കിൽ MTP2 out അല്ല, 1 will be discussing in the next day. Also we'll be discussing the September 25 in the previous year question, which is actually very lengthy paper, but at least one time കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും RTP MTP ഒക്കെ നിങ്ങൾ കേട്ടോണം. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ it's like a revision for you. കാരണം MTP RTP സെയിം ക്വസ്റ്റ്യൻ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തല്ല വരുന്നത്. സോ ഡിഫറെൻറ്റ് പോർഷൻസ്, ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഓൾ ടുഗെദർ ഇൻ 1.5 hours യു ട്രൈങ് ടു റിക്കളക്ട് ദ പ്രൊവിഷൻ, സെക്ഷൻ നമ്പർ, റൂൾ നമ്പർ, എന്തൊക്കെയായിരുന്നു അതിൻ്റെ കണ്ടൻറ്റ്. സോ ഒരു RTP ഇപ്പം 2 MTP, ഒരു RTP ആൻഡ് പ്രീവിയസ് ഇയർ കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 20 to 25% കുറേ ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ കേട്ട് നിങ്ങളുടെ തലയിലുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ഇറ്റ്സ് എ സ്മാർട്ട് വർക്ക്, നോട്ട് ഓൺലി ഫോർ മൈ പേപ്പർ, ഫോർ അതർ പേപ്പേഴ്സ് ഓൾസോ. സോ നെവർ മിസ് ഔട്ട് ദ RTP MTP സെഷൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഡൗട്ട് ഉണ്ട്, പിന്നീടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ ഡു prepare well for the coming exams. All the very best. So I'll see you for MTP2 of Corporate and Other Law.